യെസ്, വൺസ് അഗൈൻ ഗുഡ് ഈവനിങ്. ഇന്ന് പ്രത്യേകിച്ചും ഇന്ന് പുതിയതായി ആദ്യമായിട്ട് ഈ യാർഡ് ലാബ്സിന്റെ പ്രസന്റേഷൻ കേൾക്കാൻ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ വോയിസ് ക്ലിയർ ആണെന്ന് മാത്രം ആരെങ്കിലും ഒരാൾ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. എൻ്റെ വോയിസ് ക്ലിയർ ആണെന്ന് മാത്രം. ക്ലിയർ ആണ്. താങ്ക് യു സർ, താങ്ക് യു. യെസ്, വെൽക്കം ടു ദ യാർഡ് ലാബ്സ് ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ്. നമ്മൾ ഈ പ്രസന്റേഷനിൽ ഒരു 40 മുതൽ 50 മിനിറ്റ് വരുന്ന ഈ പ്രസന്റേഷനിൽ ഒരു 3 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഈ ഓപ്പർച്യൂണിറ്റിയുടെ, ഈ കമ്പനിയുടെ പ്രൊഫൈൽ എന്താണ്, ആരാണ് ഈ കമ്പനി, എവിടെയാണ് ഇതിന്റെ ബേസ് എന്താണെന്നുള്ളതൊക്കെ പ്രൊഫൈൽ, ആ കമ്പനിയുടെ പ്രൊഫൈൽ. 2 ഉൽപ്പന്നങ്ങൾ, പ്രൊഡക്ട്സ്. മൂന്നാമത്തത് മാർക്കറ്റിംഗ് പ്ലാൻ. ഈ 3 വിഷയങ്ങളാണ് ഈ അടുത്ത 40-45 മിനിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ്. ഓക്കെ, പ്രൊഫൈൽ. കമ്പനി ലോഞ്ച് ചെയ്തത് നവംബർ 2023, 5 മാസം ആയിട്ടുള്ളൂ. ഈ മാർച്ചോട് കൂടി 5 മാസം കംപ്ലീറ്റ് ചെയ്തു, നവംബർ ഡിസംബർ. ഓക്കെ, ഹെഡ് ഓഫീസ്, കോർപ്പറേറ്റ് ഓഫീസ് ഇൻ കൊൽക്കത്ത, വെസ്റ്റ് ബംഗാൾ. സ്വന്തമായിട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ലാബ് ഉണ്ട്, R&D ലാബ്, ജെനിമൻ ഫാർമക്കോൺ പ്രൈവറ്റ് ലിമിറ്റഡ്, അതും കൊൽക്കത്തയിൽ തന്നെയാണ്. ഓൺ മാനുഫാക്ചറിങ് യൂണിറ്റ്, നമ്മുടെ ഉൽപ്പന്നങ്ങൾ കമ്പനിയുടെ ഓൺ മാനുഫാക്ചറിങ് യൂണിറ്റ് കൊൽക്കത്തയിലുണ്ട്. ഓക്കെ, ഇതാണ് കമ്പനിയുടെ ബേസ്. മാനേജ്മെന്റ് ടീം, കമ്പനിയുടെ ഫൗണ്ടേഴ്സ് ആൻഡ് കോ ഫൗണ്ടർ, ഈ 2 പേരും നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലൂടെ, ഈ ഇൻഡസ്ട്രിയിൽ, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലൂടെ കോടികൾ ഏൺ ചെയ്ത് ലൈഫ് സെറ്റിൽ ആയവരാണ്. സക്സസ്ഫുൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ലീഡേഴ്സ്, ഡയറക്ട് സെല്ലിംഗ് ലീഡേഴ്സ്. സയന്തൻ റോയ് ചൗധരി, ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ. സുബീർ സർക്കാർ, കോ ഫൗണ്ടർ ആൻഡ് ഡയറക്ടർ. ഈ 2 പേരാണ് കമ്പനിയുടെ. കാരണം നെറ്റ്വർക്കിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ഈ പ്ലാൻ, ഈ കമ്പനിയുടെ ഈ പ്രസന്റേഷൻ മുഴുവനും കേട്ട ശേഷം നിങ്ങൾക്ക് അത് തോന്നും, ശരിയാണ്, ഈ കമ്പനിയുടെ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഫൗണ്ടേഴ്സ് വളരെ നല്ല നോളേജ്, നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ച് നല്ല നോളേജ് ഉള്ളവരാണെന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യം വരും. ലീഗൽ ആൻഡ് സർട്ടിഫിക്കേഷൻസ് എല്ലാം പെർഫെക്റ്റ് ആണ്, നമുക്കത് വെരിഫൈ ചെയ്യാം. ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിക്ക് വേണ്ട എല്ലാ ലീഗൽ സർട്ടിഫിക്കേഷനും നമുക്കുണ്ട്. അതേപോലെ ഈ കമ്പനിയുടെ ഉൽപ്പന്നങ്ങളെല്ലാം, പ്രോഡക്ട്സ് എല്ലാം ഫാദർ മെയ്ഡ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നെയിമിലായിരിക്കും കമ്പനി മാർക്കറ്റിംഗ് ചെയ്യുന്നത്. ഫാദർ മെയ്ഡ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. ഈ കമ്പനി, ഈ ഓപ്പർച്യൂണിറ്റി, ഈ യാർഡ് ലാബ്സ് എന്ന് പറയുന്ന ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി മറ്റുള്ള എല്ലാ കമ്പനികളിലേക്കാൾ 100 കണക്കിൽ 1000 കണക്കിൽ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുണ്ട്, അതിൽ പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനികളും ഒരുപാട് കമ്പനികളുണ്ട്. പക്ഷേ മറ്റുള്ള കമ്പനികളിൽ നിന്ന് എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത, എന്താണ് ഈ കമ്പനിയുടെ ഓപ്പർച്യൂണിറ്റിയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഇതിന്റെ ഒരൊറ്റ പേര് എന്ന് പറയുന്നാൽ ഡോക്ടർ അസിം കെ ദത്താറായി. കമ്പനിയുടെ R&D ഡിവിഷൻ ജെനിമൻ ഫാർമക്കോൺ പ്രൈവറ്റ് ലിമിറ്റഡ്, കൊൽക്കത്ത. അതിന്റെ ഒരു ചീഫ് സയന്റിസ്റ്റ് ആണ് ഇദ്ദേഹം, അസിം സാർ. അദ്ദേഹം ഒരു സയന്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ ന്യൂട്രാസ്യൂട്ടിക്കൽ ആൻഡ് ബയോ കെമിസ്ട്രിയിലെ സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം ജനിച്ചത് നാഡിയ ഡിസ്ട്രിക്ട്, ദാറ്റ് മീൻസ് വെസ്റ്റ് ബംഗാൾ. പക്ഷേ ഫാർമക്കോളജി വരെ കൊൽക്കത്തയിൽ പഠിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം പോയത് US-ലാണ്. US-ൽ പോയി അവിടെ മെഡിസിൻ, MD, PhD, DSc, FNI, ഇങ്ങനെ ഒരുപാട് സ്റ്റഡീസ് US-ലായിരുന്നു അദ്ദേഹം. 2001-ൽ അദ്ദേഹം നേരെ അവിടെ നിന്ന് ഷിഫ്റ്റ് ആയിട്ട് നോർവേ, ഓസ്ലോ യൂണിവേഴ്സിറ്റി, യൂറോപ്യൻ രാജ്യമായ നോർവേയിലെ ഓസ്ലോ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായി ജോയിൻ ചെയ്തു, മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിൽ. ഇപ്പോഴും കഴിഞ്ഞ 20 വർഷമായിട്ട് അദ്ദേഹം, 22 വർഷമായിട്ട് അദ്ദേഹം അവിടെ പ്രൊഫസറായിട്ട്, ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇത്രയും എന്ത് പറയാ, ശരിക്കും ഞാൻ ഞെട്ടിപ്പോയത് എന്താ വെച്ചാൽ, ഇത്രയും ഒരു പോപ്പുലർ ആയിട്ടുള്ള സയൻസിൽ, അതായത് സയൻസിലെ ഇത്രയും ഒരു ശാസ്ത്രജ്ഞൻ നമ്മുടെ രാജ്യത്ത് ഉണ്ട് എന്ന് പോലും നമ്മൾ അറിഞ്ഞിരുന്നില്ല. അത്രയും ഇതിനെക്കുറിച്ച് നമുക്ക് ജസ്റ്റ് ഇത് വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. വിക്കിപീഡിയ കയറി ഗൂഗിളിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ പേര് മാത്രം നിങ്ങൾ കൊടുത്താൽ മതി, വിക്കിപീഡിയ. ഇദ്ദേഹത്തിനെ കുറിച്ച് പഠിക്കാൻ കാരണം ഇദ്ദേഹമാണ് നമ്മുടെ പ്രോഡക്ട്സിന്റെ പിന്നിൽ. അദ്ദേഹം 385-ലധികം റിസർച്ച് പേപ്പറുകൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, 385 പേപ്പേഴ്സ്. അതേപോലെ 30-ലധികം പാറ്റേൺസ് ഉണ്ട് അദ്ദേഹത്തിന് ന്യൂട്രാസ്യൂട്ടിക്കൽ ആൻഡ് ബയോ കെമിസ്ട്രിയിൽ.
അദ്ദേഹത്തിന്റെ ഓരോ പൊസിഷൻസ്, അക്കാഡമിക് പൊസിഷൻസ് ഓരോ രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് USA ഒരുപാട് പൊസിഷൻസ് അദ്ദേഹം സീനിയർ ഹെൽത്ത് ഓഫീസർ, അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് മെഡിസിൻ, ഫാക്കൽറ്റി മെമ്പർ ഓഫ് MD PhD പ്രോഗ്രാം, ക്ലിനിക്കൽ ഇൻസ്ട്രക്ടർ, ഇങ്ങനെ ഒരുപാട് അക്കാഡമിക് പൊസിഷൻ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ഹോണേഴ്സ് ആൻഡ് അവാർഡ്സ് എന്ന് പറഞ്ഞാൽ 1987 മുതൽ ഈ ലോകം മുഴുവനുമുള്ള മെഡിസിനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അവാർഡുകളും, എല്ലാ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പോലുള്ള ഒരുപാട് സംഘടനകളിൽ അദ്ദേഹം ഒരുപാട് അവാർഡ്സ് വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. ഓരോന്നായിട്ട് വായിക്കാൻ നമുക്ക് സമയമില്ല. നിങ്ങൾ തന്നെ സ്വന്തം ജസ്റ്റ് ഒന്ന് പഠിച്ചാൽ മതി. വിക്കിപീഡിയയിൽ കയറിയാൽ ഈ പറയുന്ന എല്ലാ ഇൻഫർമേഷൻസ് അതിലുണ്ട്. അതേപോലെ അത് പ്രൊഫഷണൽ, ഒരുപാട് പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എഡിറ്റർ, ഒരു മെഡിക്കൽ സേണിലെ ഒരു എഡിറ്ററാണ്, ചീഫ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം അദ്ദേഹത്തിന്റെ സെക്രട്ടറി ഓഫ് ഇന്റർനാഷണൽ കോളേജ് ഓഫ് ന്യൂട്രീഷൻ, എക്സാമിനർ ഓഫ് PhD ആൻഡ് MD തീസിസ്റ്റ്, ഇങ്ങനെ ഒരുപാട് റിസർച്ച് അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. വളരെ പ്രധാനപ്പെട്ട 2 പോയിന്റ് അദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ICMR, ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ബോഡി. അതായത് നമ്മുടെ ഇന്ത്യക്കകത്ത് മെഡിസിൻ ആവട്ടെ അല്ലെങ്കിൽ വാക്സിൻ പോലുള്ള പുതിയ എന്തെങ്കിലും ഒരു മെഡിസിനോ വാക്സിനോ വരണമെങ്കിൽ അതിന്റെ അപ്രൂവൽ തരേണ്ടത് ICMR ആണ്. നമ്മുടെ കോവിഡ് വാക്സിൻ വന്നപ്പോൾ ഒരുപാട് വാക്സിൻസ് വന്നു. അതിൽ ഇന്ന വാക്സിനുകൾക്ക് അപ്രൂവൽ തന്നത് ICMR ആണ്. ഈ ICMRയുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ന്യൂട്രീഷൻ, ഹൈദരാബാദ്, സെക്കന്ദരാബാദ്. നമ്മുടെ ഡോക്ടർ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥിരം ഫാക്കൽറ്റിയാണ്. നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ഡോക്ടർ സഞ്ജയ് ബസക് എന്ന് പറയുന്ന സയന്റിസ്റ്റ്, ICMRന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു സയന്റിസ്റ്റ് ആണ്. നമ്മുടെ അസീം സാറിന്റെ കൂടെ ചേർന്ന് ഇദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. മെഡിസിനുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ നിങ്ങൾ ICMR വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ അസീം സാറുടെ ഒരുപാട് റിസർച്ചുകൾ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വളരെ എടുത്തു പറയാവുന്ന ഒരു വിഷയം, നമ്മുടെ സയന്റിസ്റ്റ് നോബൽ പ്രൈസ് സെലക്ഷൻ കമ്മിറ്റിയിലെ ഓരോ വർഷം നോബൽ സമ്മാനം കൊടുക്കാറുണ്ടല്ലോ, പ്രത്യേകിച്ച് മെഡിസിനിലെ, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയിലെ. അതിലെ ഒരു മെമ്പറാണ് നോബൽ സമ്മാനം കൊടുക്കുന്നത്, തീരുമാനിക്കുന്ന ഒരു മെമ്പറും കൂടിയാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം, എത്ര വലിയ ഒരു 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 സയന്റിസ്റ്റ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫൈൽ. ഇതൊക്കെ അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളാണ്. ഓരോ ബുക്കും 17,000, 18,000, 20,000 രൂപ വില വരുന്ന മെഡിസിനുമായി ബന്ധപ്പെട്ടുള്ള ബുക്സ് ആണ്. ഇതെല്ലാം അസീം സാറുടെ പുസ്തകങ്ങളാണ്. ഇതെല്ലാം നമുക്ക് ഓൺലൈനിൽ അമേസോണിൽ വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ നമുക്ക് വായിക്കാൻ മനസ്സിലാവില്ല. അതുകൊണ്ട് ജസ്റ്റ് ബുക്സ് കാണാം. അദ്ദേഹത്തിന്റെ ഓരോ റിസർച്ചുകളും പുസ്തകമായിട്ട് അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു കഴിഞ്ഞ തവണ ജനുവരി 20 2024 ജനുവരി 20 അദ്ദേഹം ICMRയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ന്യൂട്രീഷനിൽ വന്ന് അവിടെ ഫാക്കൽറ്റീസിനൊക്കെ ക്ലാസ് കൊടുത്തിട്ട്, അവിടുത്തെ സയന്റിസ്റ്റ് ഡോക്ടേഴ്സിന് ക്ലാസ് കൊടുത്ത ശേഷം അദ്ദേഹം നേരെ വന്നത് കോയമ്പത്തൂരിലെ യാർഡ് ലാബ്സിന്റെ തമിഴ്നാട് ലോഞ്ചിങ് പ്രോഗ്രാമിനാണ്. അവിടെ വന്ന് അദ്ദേഹത്തിന്റെ ഒരു പ്രോഡക്റ്റ്, പാറ്റന്റ് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നം, പ്രോഡക്റ്റ് യാർഡ് ലാബ്സിൽ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ആ പ്രൊഡക്ഷനെ കുറിച്ച് 1 മണിക്കൂർ അദ്ദേഹം ക്ലാസ് എടുത്തിട്ട് പോയി. ഇതൊക്കെ ഞങ്ങളൊക്കെ അതൊക്കെ കേൾക്കാൻ ഒരു ഭാഗ്യം കിട്ടി നമുക്ക്. ഇതൊക്കെയാണ് കമ്പനിയുടെ ഒരു പ്രൊഫൈൽ. ദെൻ പ്രൊഡക്ട്സ്, രണ്ടാമത്തത് ഉൽപ്പന്നങ്ങൾ, പ്രൊഡക്ട്സ്. ആരാണ് ഇവരൊക്കെ? എല്ലാവരും, പലരെയും നമുക്ക് നല്ല പരിചയമുള്ള മുഖങ്ങളാണ്. ഇതുപോലെ 100 കണക്കിൽ. ഒരു എക്സാമ്പിൾ, ഒരു ജസ്റ്റ് ചിലർ മാത്രമേ ഞാൻ കാണിച്ചിട്ടുണ്ട്. പലരും നമ്മൾ പ്രഗത്ഭരും അധികാരം, അന്തസ്തു, പണം എല്ലാം ഉള്ളവരാണ്. പക്ഷെ ഇവരാരും ഇപ്പൊ ജീവിച്ചിരിക്കുന്നില്ല. എന്തായിരുന്നു ഇവരുടെ മരണ കാരണം? കോസ് ഓഫ് ഡെത്ത് എന്തായിരുന്നു? ഹാർട്ട് അറ്റാക്ക് ഡെത്ത്സ്, ഹാർട്ട് ഡിസീസ് ആൻഡ് ഹാർട്ട് അറ്റാക്ക് ഡെത്ത്സ് ആയിരുന്നു ഇത്രയും പേര് മരിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇവരെല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ട് ഡോക്ടേഴ്സ് ഉണ്ടാവില്ല, സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ്, ഹോസ്പിറ്റൽസ്, ചെക്കപ്പുകളും ഉണ്ടാവില്ലേ? ഇതിലെ ഫസ്റ്റ് ഫോട്ടോ
ആ മുകളിൽ ടോപ്പിൽ ലെഫ്റ്റ് സൈഡ് ഫസ്റ്റ് ഫോട്ടോ, ആ കണ്ണടയിട്ട ഒരു വ്യക്തി. അദ്ദേഹം ആരാണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു കാർഡിയാക് സ്പെഷ്യലിസ്റ്റ് ആണ്, ഹാർട്ട് സർജനാണ്, കാർഡിയാക് സർജൻ. അദ്ദേഹത്തിന്റെ പേര് ഗൗരവ് ഗാന്ധി, ഗുജറാത്ത്. അദ്ദേഹം 16,000-ലധികം ഹാർട്ട് സർജറി ചെയ്തിട്ടുണ്ട്. 16,000, 16,000 and above ഹാർട്ട് സർജറി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം മരിച്ചത് ഹാർട്ട് അറ്റാക്കിലാണ്. എന്താണ് ഇത്? എന്താ ഇതിന്റെ കാരണം? മാത്രമല്ല, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്കനുസരിച്ച് ഓരോ 100 മരണത്തിലും 100 ഡെത്തിൽ 32 പേര് മരിക്കുന്നത് കാർഡിയോവാസ്കുലർ ഡിസീസ് ആണ്. നമ്പർ 1 കില്ലർ ഡിസീസ് ഓഫ് ദ വേൾഡ്. ഈ ലോകത്തിൽ ഓരോ ദിവസവും ഏകദേശം 2 ലക്ഷത്തിലധികം പേര് മരിക്കുന്നുണ്ട്. ആവറേജ് ആയിട്ട് പെർ ഡേ 2 lakhs പീപ്പിൾ ഈ ലോകം മുഴുവനും മരിക്കുന്നുണ്ട്. അതിൽ 32% പേര് മരിക്കുന്നത് കാർഡിയോവാസ്കുലർ ഡിസീസിലാണ്. അതായത് ഏകദേശം 1,40,000, ഏകദേശം 60 ലക്ഷം പേര്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാം കേട്ടിട്ടുള്ളതും പലരും പറയുന്നതും വായിച്ചിട്ടുള്ളതും എന്താന്ന് വെച്ചാൽ, ഹാർട്ട് അറ്റാക്ക് വരാൻ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് കൊളസ്ട്രോൾ ബ്ലോക്ക് ആണ്. ശരിയാണ്. പക്ഷേ കൊളസ്ട്രോൾ ബ്ലോക്ക് മാത്രമാണോ കാരണം? ഇപ്പൊ ഞാൻ കാണിച്ച ഫോട്ടോസിലെല്ലാം അവർക്കെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഹോസ്പിറ്റൽസും ഡോക്ടേഴ്സും ഉണ്ട്. അവർക്ക് അറിയത്തില്ല, ഇവരൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ, കൊളസ്ട്രോൾ ബ്ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ടുണ്ടാവില്ലേ? നമ്മളാരും ചെക്ക് ചെയ്യാറില്ല. നമുക്കൊരു പെയിൻ വന്ന് ഒരു മൈൽഡ് ആയിട്ട് ഒരു അറ്റാക്ക് വന്നാൽ മാത്രം നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ആൻജിയോ ഒക്കെ ചെയ്യും. പക്ഷെ ഈ നേരത്തെ ഞാൻ കാണിച്ച ഇവരെല്ലാം ചെക്കപ്പ് ചെയ്തിട്ടുണ്ടാവില്ലേ? പിന്നെ എങ്ങനെ അവർ സഡൻ ആയിട്ട് മരിച്ച് ഡെത്തായി? അതായത് ആത്രോസ്ക്ലെറോട്ടിക് പ്ലേഗ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരാൾക്ക് വരാൻ, ഒരു വ്യക്തിക്ക് വരാൻ അതൊരു 80-90% വരെ ഗ്രോത്ത് ആയി 90% and above ബ്ലോക്ക് വരാൻ ഒരു 20 മുതൽ 25 വർഷം വേണ്ടി വരും. ഇതുപോലെ ഒരു കൊളസ്ട്രോൾ ബ്ലോക്ക് പതിയെ ഡെവലപ്പായി 80, 90, 100% എത്താൻ 20 മുതൽ 30 വർഷം വേണ്ടി വരും. സഡൻ അറ്റാക്ക് വരില്ല. ഡോക്ടർ അസിം സാർ കണ്ടുപിടിച്ച ഒരു കണ്ടുപിടുത്തം ഏകദേശം 30 വർഷമാണ് അദ്ദേഹം ഈ റിസർച്ചിൽ ഉണ്ടായിരുന്നത്. സഡൻ ആയിട്ട് പലരും മരിക്കുന്നുണ്ട്, സഡൻ ഡെത്ത്. ഇതിന്റെ കാരണം നമ്മുടെ രക്തത്തിൽ പ്ലേറ്റ്ലെറ്റ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ് പ്ലേറ്റ്ലെറ്റിന്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ എവിടെയെങ്കിലും ഒരു മുറിവ് സംഭവിച്ചാൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും കട്ടായാൽ, ഒരു മുറിവ് സംഭവിച്ച് രക്തം നഷ്ടപ്പെടുമ്പോൾ, നമ്മുടെ ശരീരത്തിൽ നിന്ന് രക്തം പുറത്തേക്ക് പോകുമ്പോൾ അവിടെ പ്ലേറ്റ്ലെറ്റുകൾ, നമ്മുടെ രക്തക്കുഴലുകളിനകത്തുള്ള പ്ലേറ്റ്ലെറ്റുകൾ ആ ഭാഗത്തേക്ക് ഓടിയെത്തുകയും ആ രക്തം അവിടെ കട്ട പിടിച്ച് ക്ലോട്ടായിട്ട് ആ രക്തം ഒഴുകുന്നത് തടയും. ക്ലോട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സാണ് ഈ പ്ലേറ്റ്ലെറ്റിന്റെ പ്രധാന ഫംഗ്ഷൻ. ഇത് നല്ലതാണ്. ശരീരത്തിന്റെ പുറത്ത് എവിടെയെങ്കിലും ഒരു മുറിവ് വന്നിട്ട് രക്തം നഷ്ടപ്പെടുമ്പോൾ ഈ ക്ലോട്ടിംഗ് നല്ലതാണ്. പക്ഷേ നമ്മുടെ ഇന്നത്തെ ജീവിത ശൈലി കാരണം, നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ സ്ട്രെസ്, ടെൻഷൻ, ആങ്സൈറ്റി, ശരീരം അനങ്ങാതെ ജോലി ചെയ്യുന്നത്, ഇനാക്ടിവിറ്റി, ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ്, നമ്മുടെ ഫുഡ് കൾച്ചർ, എയർ പൊല്യൂഷൻ, കഠിനമായ എക്സസൈസ്. പലരും ജിമ്മിൽ ഇരിക്കുമ്പോഴാണ്, എക്സസൈസ് ചെയ്യുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നത്. അതേപോലെ BP, ഷുഗർ, നമ്മൾ കഴിക്കുന്ന മെഡിസിൻസ്, റേഡിയേഷൻ, പുകവലി, മദ്യം, BP, ഒബിസിറ്റി, ഇതുപോലുള്ള പല കാരണങ്ങളാൽ ഈ പ്ലേറ്റ്ലെറ്റ്, നമ്മുടെ ശരീരത്തിലുള്ള പ്ലേറ്റ്ലെറ്റ് ഹൈപ്പർ ആക്റ്റീവായി വർക്ക് ചെയ്യുന്നുണ്ട്. ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ക്ലോട്ടിംഗ് കപ്പാസിറ്റി, പ്ലേറ്റ്ലെറ്റിന്റെ ക്ലോട്ടിംഗ് കപ്പാസിറ്റി 30 മുതൽ ഒരു 40% നോർമൽ. അതിൽ കൂടുതൽ ക്ലോട്ട് ആവാൻ പാടില്ല. പക്ഷേ നമ്മുടെ ലൈഫ് സ്റ്റൈൽ, ജീവിത ശൈലി കാരണം നമ്മുടെ ഓരോരുത്തരുടെയും പ്ലേറ്റ്ലെറ്റിന്റെ രീതി, ശരീരം അനങ്ങാതെ ജോലി ചെയ്യാതെ ഇരിക്കുന്നവരുടെ പ്ലേറ്റ്ലെറ്റ് ക്ലോട്ടിംഗ് കപ്പാസിറ്റി കൂടുതലാണ്. പുകവലിക്കുന്നവർക്ക് ആ പ്ലേറ്റ്ലെറ്റിന്റെ ലൈഫ് ടൈം, ഒരു പ്ലേറ്റ്ലെറ്റിന്റെ
ലൈഫ് എന്ന് പറയുന്നത് 10 ദിവസം. പക്ഷെ ഈ പുകവലിക്കുന്നവർക്ക് പ്ലേറ്റ്ലെറ്റിന്റെ ലൈഫ് അതിൽ കുറയും, 7 ദിവസം 6 ദിവസമൊക്കെ ആയിട്ട് മാറും. അതേപോലെ നമ്മൾ ഭക്ഷണം കഴിക്കില്ല, ഇറച്ചി കൂടുതൽ കഴിക്കുന്നവർക്ക് പ്ലേറ്റ്ലെറ്റിന്റെ മെമ്പറൈൻ, അതിന്റെ മെമ്പറൈൻ വാൾ വേറെയാണ്. അതേപോലെ മത്സ്യം കൂടുതൽ കഴിക്കുന്നവർക്ക് വേറെ. അങ്ങനെ നമ്മുടെ ഭക്ഷണ രീതി, ജീവിത ശൈലി കൊണ്ട് പ്ലേറ്റ്ലെറ്റുകളെല്ലാം താറുമാറായിരിക്കുകയാണ്. ഇത് ആവശ്യമില്ലാത്ത സ്ഥലത്ത് ആവശ്യമില്ലാത്ത സമയത്ത് പെട്ടെന്ന് ക്ലോട്ട് ആവും. ഉദാഹരണത്തിന് നമ്മുടെ രക്തക്കുഴലിനകത്ത് ഇതുപോലെ കൊളസ്ട്രോൾ ബ്ലോക്കുകൾ ഡെവലപ്പായി 10-15 വർഷം ഇങ്ങനെ 80% 90% ഒക്കെ വരുമ്പോൾ ആ ചെറിയ ഗ്യാപ്പിലൂടെ രക്തം ഇങ്ങനെ പോയി വന്നുകൊണ്ടിരിക്കും, ചെറുതായിട്ടൊന്ന് പോയി വരും. ബട്ട് സഡൻ ആയിട്ടൊരു ഡെത്ത് വരില്ല. ഇതുപോലെ രക്തം അങ്ങോട്ട് പോകും. പക്ഷെ നമ്മളൊന്ന് വേഗതയിൽ നടക്കുക ചെയ്യുക, അല്ലെങ്കിൽ ഓടി, അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ ഈ ചെറിയ ഗ്യാപ്പിലൂടെ രക്തം പോകാൻ നമുക്ക് ഭയങ്കര ശ്വാസമുട്ടലും നെഞ്ചുവേദനയൊക്കെ ആയിരിക്കും. ഈ കാരണം അത്ര കുറച്ചല്ലേ ബ്ലഡ് ഫ്ലോ ആവുള്ളൂ ഇതിലൂടെ. പക്ഷേ ഈ കൊളസ്ട്രോൾ ബ്ലോക്ക് ചിലപ്പോൾ പൊട്ടും, റപ്ചർ ആവും. ചില സമയത്ത് ഇങ്ങനെ ഒരു 80-90% എത്തുമ്പോൾ പെട്ടെന്ന് അതൊന്ന് ഓപ്പൺ ആവും. ഈ കൊളസ്ട്രോൾ ബ്ലോക്ക് ഇതൊന്ന് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ആ സ്ഥലത്തേക്ക് രക്തത്തിലുള്ള പ്ലേറ്റ്ലെറ്റുകളെല്ലാം ഉടനെ മണിക്കൂറുകൾക്കകം ഓടിയെത്തി അവിടെ ഒരു ക്ലോട്ടിംഗ് ഉണ്ടാക്കും. അതാണ് ത്രോംബോസിസ് എന്ന് പറയുന്നത്. ആൾറെഡി ഉള്ള കൊളസ്ട്രോളിന്റെ ആ ചെറിയ ഗ്യാപ്പിൽ എവിടെയെങ്കിലും ഒരു പൊട്ടൽ സംഭവിച്ചാൽ ആ ഭാഗത്തേക്ക് ഓടിയെത്തുന്ന പ്ലേറ്റ്ലെറ്റ് മണിക്കൂറുകൾക്കകം കംപ്ലീറ്റ് ബ്ലഡ് ഫ്ലോ ബ്ലോക്ക് ആക്കിയിട്ട് സഡൻ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കും. ഇങ്ങനെയാണ് ഇപ്പൊ ചെറുപ്പക്കാരായ പലരും ഹാർട്ട് അറ്റാക്കിൽ മരിക്കാനുള്ള കാരണം ഇതന്നെയാണ്. നമ്മിൽ പലർക്കും ഇതുപോലെ കൊളസ്ട്രോൾ ബ്ലോക്കുകൾ ഉണ്ട്. 1, 2, 3, 4, 5 ബ്ലോക്കുകൾ ഉണ്ടാകും. ചിലപ്പോൾ അതിന്റെ പെർസെൻറ്റേജ് കുറവായിരിക്കും, 40%, 50, 60 ഒക്കെ ആയിരിക്കും. അത് 90, 100 ആവുമ്പോഴാണ് കംപ്ലീറ്റ് ബ്ലോക്ക് വരുന്നത്. പക്ഷെ അത് ഒരു ദിവസം കൊണ്ട് വരില്ല. പക്ഷെ ഈ പ്ലേറ്റ്ലെറ്റിന്റെ ക്ലോട്ടിംഗ് എന്ന് പറയുന്നത് മണിക്കൂറുകൾക്കകം സംഭവിക്കുമെന്ന് ഡോക്ടർ റിസർച്ചിലൂടെ കണ്ടുപിടിച്ച്, അത് മാത്രമല്ല ഇപ്പൊ കൊറോണയ്ക്ക് ശേഷം ഒരുപാട് ഡെത്ത് സംഭവിക്കുന്നുണ്ട്, അറ്റാക്കിലൂടെ ഡെത്ത്. അതിന്റെ കാരണം സിസ്റ്റമിക് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു ഈ വൈറസ് ഉണ്ടല്ലോ, കൊറോണ വൈറസ് പോലുള്ള വൈറസുകൾ ശരീരത്തിനകത്ത് കടന്നാൽ പെട്ടെന്നുള്ള ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും. ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് വീക്കം, എവിടെ വേണമെങ്കിലും ഏത് അവയവത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കും. അത് രക്തക്കുഴലുകളിനകത്ത് ഇൻഫ്ലമേഷൻ വന്നാൽ സഡൻ അക്യൂട്ട് ഇൻഫ്ലമേഷൻ എന്ന് പറയും. പെട്ടെന്ന് ദിവസങ്ങൾക്കകം ഒരു വീക്കം വന്നു കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് ഈ പ്ലേറ്റ്ലെറ്റ് എല്ലാം ഓടിയെത്തി അവിടെ കംപ്ലീറ്റ് ബ്ലോക്ക് ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഈ കൊറോണയ്ക്ക് ശേഷം ഒരുപാട് ഡെത്തുകൾ, ഹാർട്ട് അറ്റാക്ക് ഡെത്തുകൾ വരാനുള്ള കാരണം. ഈ പ്രശ്നത്തിന് ഒരുപാട് ഗവേഷണത്തിൽ റിസർച്ചിന് ശേഷം കിവി ഫ്രൂട്ട് എന്ന് പറയുന്ന കിവി പഴത്തിൽ നിന്നും ഒരു എക്സ്ട്രാക്റ്റിനെ അദ്ദേഹം വേർതിരിച്ചെടുത്തു. ഒരു പ്രത്യേക ടെക്നോളജിയിൽ ജ്യൂസ് ആക്കിയല്ല എടുത്തത്. ഫ്രീസ് ഡ്രൈഡ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു ടെക്നോളജിയിലൂടെ ഒരു പൗഡർ രൂപത്തില് -30°C അത് ഒരു പൗഡർ രൂപത്തില് അത് വേർതിരിച്ചെടുത്ത് അത് മനുഷ്യർക്ക് കൊടുത്ത് വിവിധ കാറ്റഗറി ഓഫ് പീപ്പിൾ, പുകവലിക്കുന്നവർ 100 പേർക്ക് കൊടുത്ത് ടെസ്റ്റ് ചെയ്തു. അതേപോലെ ഓരോ കാറ്റഗറി പീപ്പിൾ 8 ഹ്യൂമൻ ട്രയൽ ആണ് കംപ്ലീറ്റ് ചെയ്തത്. മനുഷ്യർക്ക് ഈ കിവി ഫ്രൂട്ടിന്റെ എക്സ്ട്രാക്ട് കൊടുത്ത് പ്ലേറ്റ്ലെറ്റിന്റെ ആക്ടിവിറ്റി പഠിച്ചു. ഈ റിസർച്ചുകൾ ഹ്യൂമൻ ട്രയൽ കംപ്ലീറ്റ് ചെയ്തതിന്റെ പേപ്പർ പബ്ലിക്കേഷൻസ് ആണ് ഇതൊക്കെ. വിവിധ രാജ്യങ്ങളിൽ 8 ഹ്യൂമൻ ട്രയൽ കംപ്ലീറ്റ് ചെയ്ത പ്രോഡക്റ്റ് ആണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. സാധാരണ നമ്മൾ കേട്ടിട്ട് ഇത്രയും കാലം 25-27 വർഷമായിട്ട് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെ ഒരുപാട് പ്രൊഡക്ട്സുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, നല്ല പ്രൊഡക്ട്സുകൾ. പക്ഷേ ഇതുപോലെ ഒരു പ്രോഡക്റ്റ് ഇത്രയും ഹ്യൂമൻ ട്രയൽ കംപ്ലീറ്റ് ചെയ്ത ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല, എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം. അങ്ങനെ ഒരു 8 ഹ്യൂമൻ ട്രയൽ കംപ്ലീറ്റ് ചെയ്ത് യൂറോപ്യൻ പാറ്റന്റ് എടുത്തു അദ്ദേഹം. പ്ലേറ്റ്ലെറ്റിന്റെ ഹൈപ്പർ ആക്ടിവിറ്റി കുറച്ച് തെളിയിച്ച് പ്രൂഫ് ചെയ്ത് പാറ്റന്റ് എടുത്ത്, അത് പാറ്റന്റ് നമ്പറാണത്. ഈ നമ്പർ വെച്ചുകൊണ്ട് ഈ കിവി ഫ്രൂട്ട് എക്സ്ട്രാക്റ്റിന്റെ പാറ്റന്റ് എന്താണെന്നുള്ളതും എവിടെയാണ് ആർക്കാണ് ഇതിന്റെ പാറ്റന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ആ QR കോഡിൽ സ്കാൻ ചെയ്ത് കാണാൻ പറ്റും. ഈ കിവി ഫ്രൂട്ട് എക്സ്ട്രാക്ട് ഓസ്ലോ യൂണിവേഴ്സിറ്റി അദ്ദേഹം ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, യൂറോപ്യൻ രാജ്യമായ നോർവേയിലെ ഓസ്ലോ യൂണിവേഴ്സിറ്റിയിലെ 20 വർഷമായിട്ട് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
ആ ഓസ്ലോ യൂണിവേഴ്സിറ്റി ഈ കിവി ഫ്രൂട്ട് എക്സ്ട്രാക്റ്റിനെ അപ്രൂവ് ചെയ്തിട്ടുണ്ട്, ദ ബെസ്റ്റ് പ്രൊഡക്റ്റ് ഫോർ ഹ്യൂമൻ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട്. ഈ കിവി ഫ്രൂട്ട് എക്സ്ട്രാക്റ്റും L-arginine എന്ന് പറയുന്ന നൈട്രിക് ഓക്സൈഡ് രണ്ടും കൂടി ചേർത്ത് ഉണ്ടാക്കിയ ഒരു പ്രോഡക്റ്റ് ആണ് ഹാർട്ടിഫൈൻ എന്ന് പറയുന്ന ഈ കാർഡിയോവാസ്കുലർ പ്രൊഡക്റ്റ്, കാർഡിയോ ഹെൽത്തിനുള്ള പ്രൊഡക്റ്റ് ഹാർട്ടിഫൈൻ. ഈ രണ്ട് ഇൻഗ്രീഡിയന്റ് L-arginineും കിവി ഫ്രൂട്ട് എക്സ്ട്രാക്റ്റും കൂടി ചേരുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് സാറേ? ഒന്ന്, L-arginine നമ്മുടെ രക്തക്കുഴലുകളെ വികസിപ്പിക്കുകയും ഫ്ലെക്സിബിൾ ആക്കുകയും ചെയ്യും. ഈ ക്യാപ്സുൽ കഴിച്ചു തുടങ്ങിയാൽ ഓരോ ദിവസവും നമുക്ക് എനർജി കൂടുന്നത് കാണാം. കാർഡിയോവാസ്കുലർ ഡാമേജ്, ആൾറെഡി ഹാർട്ടുമായി ബന്ധപ്പെട്ടുള്ള കാർഡിയോവാസ്കുലർ ഡാമേജ് ഉള്ളവർക്ക്, അല്ലെങ്കിൽ ബ്ലോക്ക്, ആത്രറ്റിക് സ്ലെറോസിസ് എന്ന് പറയുന്ന കൊളസ്ട്രോൾ ബ്ലോക്ക്, അല്ലെങ്കിൽ ത്രോംബോസിസ് എന്ന് പറയുന്ന രക്തത്തിലെ കട്ട പിടിച്ചത്, ഇതെല്ലാം നോർമൽ പൊസിഷനിലേക്ക് റിവേഴ്സ് ആക്കി കൊണ്ടുവരും ഈ പ്രോഡക്റ്റ്. മാത്രമല്ല, എത്ര ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിലും, കാരണം ഇതിന്റെ രക്തത്തിന്റെ വിസ്കോസിറ്റി കട്ടി കുറയ്ക്കും ഈ പ്രൊഡക്റ്റ്. LDL കുറയ്ക്കും, ബാഡ് കൊളസ്ട്രോളിനെ കുറയ്ക്കും. BP എത്ര വലിയ BP ഉണ്ടെങ്കിലും നോർമൽ പൊസിഷനിലേക്ക് കൊണ്ടുവരും. പ്ലേറ്റ്ലെറ്റിന്റെ ഹൈപ്പർ ആക്ടിവിറ്റി കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ബ്ലഡ് ഫ്ലോ ഉറപ്പുവരുത്തും. ട്രൈഗ്ലിസറൈഡ്സ്, നമുക്ക് എല്ലാവർക്കും അറിയാം, രക്തത്തിലെ ട്രൈഗ്ലിസറൈഡ്സ് കൂടുമ്പോഴാണ് ഈ ഹാർട്ടിന്റെ ഒരു പ്രശ്നം വരുന്നത്, അത് കുറയ്ക്കും. സാറേ, വിത്തിൻ എ മന്ത്, ഒരൊറ്റ മാസം കൊണ്ട് യു ക്യാൻ ഫൈൻഡ് ദ റിസൾട്ട്. ആൾറെഡി കൊളസ്ട്രോൾ ഉണ്ട്, ട്രൈഗ്ലിസറൈഡ്സ് ഉണ്ട്, LDL ഉണ്ട്, എന്തുണ്ടെങ്കിലും BP ഉണ്ട്, എല്ലാം വിത്തിൻ എ മന്ത് യു ക്യാൻ ഫൈൻഡ് ദ ഡിഫറൻസ് ഇൻ യുവർ ഹെൽത്ത്. അതേപോലെ ഡയബറ്റിക് പേഷ്യൻസിന് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ദീർഘകാലം 10-15 വർഷം ഒരു ഡയബറ്റിക് പേഷ്യൻസ് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, കിഡ്നിയുടെ ഫങ്ഷൻ കുറഞ്ഞു വരും, കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു വരും, എപ്പോൾ വേണമെങ്കിലും സ്ട്രോക്ക് വരാം, എപ്പോൾ വേണമെങ്കിലും അറ്റാക്ക് വരാം. ഇതെല്ലാം ഒരു ഡയബറ്റിക് പേഷ്യന്റുമായി ബന്ധപ്പെട്ടുള്ള കോംപ്ലിക്കേഷൻസ് ആണ്. ഈ പ്രോഡക്റ്റ് റെഗുലർ ആയിട്ട് കഴിക്കുന്നവർക്ക് ആ കോംപ്ലിക്കേഷൻസ് എല്ലാം നോർമൽ പൊസിഷനിലേക്ക് വരും, തിരിച്ച് പഴയ കണ്ടീഷനിലേക്ക് കൊണ്ടുവരും. ഈ പ്രോഡക്റ്റ് നമ്മുടെ ശരീരത്തിന്റെ ഓരോ കോശങ്ങൾക്കും രക്തം വളരെ സ്മൂത്ത് ആയിട്ട് രക്തം എത്തുന്നത് ഉറപ്പുവരുത്തുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അതേപോലെ നമ്മുടെ സ്കിന്നിലെ, കണ്ണിലെ, നമ്മുടെ ഈവൻ ഹെയർ വരെ, മുടി വരെ നമുക്ക് ഹെൽത്തി ആയിട്ട് ഗ്രോ ആവും ഒരു ഒറ്റ പ്രൊഡക്റ്റ്. ഹാർട്ടിഫൈൻ എ ഡേ, ഹാർട്ട് അറ്റാക്ക് അവേ. നമ്മളെല്ലാം വിചാരിച്ചിരിക്കുന്നത് വെച്ചാൽ, ധരിച്ചിരിക്കുന്നത് അറ്റാക്ക് എനിക്ക് വരില്ല, എൻ്റെ അയൽവാസിക്ക് വരും, എൻ്റെ സുഹൃത്തിന് വരും, ദിവസം പത്രത്തിൽ വായിക്കും, എല്ലാവർക്കും വരും, നാട്ടുകാർക്ക് എല്ലാവർക്കും അറ്റാക്ക് വരും, എനിക്ക് വരില്ല. എത്ര പേർക്ക് ധൈര്യമുണ്ട് പോയിട്ട് ഒരു ചെക്ക് ആൻജിയോ എടുക്കാൻ? എൻ്റെ ഒരു ഉറ്റ സുഹൃത്തിന്റെ മകൻ 27 വയസ്സിൽ കഴിഞ്ഞ 10 ദിവസം മുമ്പ് മരിച്ചു. 27ാമത്തെ വയസ്സിൽ കുട്ടി ജനിച്ചിട്ട് കുട്ടിക്ക് 6 മാസമായി. ശബരിമലയ്ക്ക് പോയിട്ട് തിരിച്ചു കൊണ്ടുവന്ന ബോഡിയാ. സുഹൃത്തുക്കളെ, ദിവസം ഞാൻ കേൾക്കുന്നതാണ്. പക്ഷെ ഡോണ്ട് ടേക്ക് ചാൻസ്, ഡോണ്ട് ടേക്ക് റിസ്ക്. നമ്മുടെ ഫാമിലി, നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും കൊടുക്കേണ്ട ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ഹാർട്ടിഫൈൻ. ഇതാണ് നമ്മുടെ കമ്പനിയുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റ് നമ്പർ 2, CBD ഓയിൽ. എന്താണ് CBD ഓയിൽ? നമ്മുടെ ശരീരത്തിൽ ഒരുപാട് സിസ്റ്റംസ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. മസ്കുലർ സിസ്റ്റം, നെർവസ് സിസ്റ്റം, കാർഡിയോവാസ്കുലർ സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, ഇങ്ങനെ ഓരോ സിസ്റ്റംസ് ഉണ്ട്. ഒരു 11 തരം സിസ്റ്റംസ് ഉണ്ട്. പക്ഷെ നമ്മൾ കേട്ടിട്ടില്ലാത്ത, കണ്ണിൽ കാണാൻ പറ്റില്ല, ഒരു സോഫ്റ്റ്വെയർ പോലെയാണ്. മറ്റെല്ലാ സിസ്റ്റങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഓപ്പറേഷൻ ചെയ്യുമ്പോൾ, സർജറി ചെയ്യുമ്പോൾ, ബോഡി സർജറി ചെയ്യുമ്പോൾ കാണാൻ പറ്റും. പക്ഷെ ഈ സിസ്റ്റം കാണാൻ പറ്റില്ല. എൻഡോകാനിബിനോയിഡ് സിസ്റ്റം, ECS എന്ന് പറയും. ഇതെവിടെയാണ് ഫങ്ഷൻ ആവുന്നത്? നമ്മുടെ തലച്ചോറിൽ, ബ്രെയിനിൽ, നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം, നട്ടെല്ലിലൂടെ കടന്നു പോകുന്ന സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലാണ് ഈ സിസ്റ്റം സോഫ്റ്റ്വെയർ പോലെ വർക്കാവുന്നത്. ഇത് നിയന്ത്രിക്കുന്നത് എന്തൊക്കെയാണ്? ഇതിന്റെ നിയന്ത്രണത്തിൽ വരുന്നത് പ്രധാനപ്പെട്ട 7 ഫങ്ഷൻസ് വരുന്നത് ഈ സിസ്റ്റത്തിലാണ്. ഒന്ന്, ലേണിംഗ് ആൻഡ് മെമ്മറി, നമ്മൾ വായിക്കുന്നത് ഓർമ്മശക്തി.
എമോഷണൽ പ്രോസസ്, നമ്മൾ ടെൻഷൻ ആവുന്നത്, സ്ട്രെസ്, ദേഷ്യം, ഇതെല്ലാം എമോഷണലുകളെല്ലാം നിയന്ത്രിക്കുന്നത് ഈ സിസ്റ്റമാണ്. നമ്മുടെ ഉറക്കം, നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വേദനകൾ, പെയിൻ, ഇൻഫ്ലമേറ്ററി ആൻഡ് ഇമ്മ്യൂൺ റെസ്പോൺസ്, ശരീരത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ അവിടേക്ക് നമ്മുടെ രോഗപ്രതിരോധ ശേഷിനെ ആക്ടിവേറ്റ് ചെയ്ത്, ഇമ്മ്യൂണിറ്റിനെ ആക്ടിവേറ്റ് ചെയ്ത് അവിടെ സൊല്യൂഷൻ കണ്ടെത്തുന്നത് ഈ സിസ്റ്റമാണ്. നമ്മുടെ ഭക്ഷണം, നമ്മുടെ വിശപ്പ്, ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ഈ എൻഡോകാനിബിനോയിഡ് സിസ്റ്റം എന്ന് പറയുന്ന നമ്മുടെ ബ്രെയിനിലും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലും ഫംഗ്ഷൻ ആവുന്ന ഒരു സിസ്റ്റമാണ്. പക്ഷേ ഈ സിസ്റ്റം പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ആവണമെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്ത് കനാബിനോയിഡ്സ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ കോമ്പൗണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെടണം. എങ്ങനെ ഇൻസുലിൻ, നമ്മുടെ പാൻക്രിയാസ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ നമ്മുടെ ശരീരത്തിനകത്ത് 50-ലധികം ഹോർമോൺസ് ഉണ്ട്. ശരീരം സ്വയം ഉണ്ടാക്കുന്ന ഒരു തരം നാച്ചുറൽ കെമിക്കൽസ്. ഈ കനാബിനോയിഡ്സ് എന്ന് പറയുന്ന ഒരു തരം കെമിക്കൽ ശരീരം ഉൽപ്പാദിപ്പിച്ചാൽ മാത്രമേ നമ്മുടെ ഈ എൻഡോകാനിബിനോയിഡ് സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ആവുള്ളൂ. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ ഇന്നത്തെ ജീവിതശൈലി, ഭക്ഷണ രീതി, മെന്റൽ സ്ട്രെസ്, നേരത്തെ പറഞ്ഞ എല്ലാ കാരണങ്ങളാൽ നമ്മിൽ പലർക്കും ഈ പറയുന്ന കനാബിനോയിഡ്സ് എന്ന് പറയുന്ന ഒരു തരം ഹോർമോൺസ് എന്ന് പറയാം, അത് ഡിഫിഷ്യന്റ് ആണ്. മതിയായ അത്രയ്ക്ക് നമുക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ 7 വിഷയങ്ങളിലും പ്രശ്നമില്ലാതെ ആരുമില്ല. ഏതെങ്കിലും ഒരു തരത്തിൽ വായിച്ച ഓർമ്മയില്ല സാറേ, ഭയങ്കര ടെൻഷനാണ്, സ്ട്രെസ്സാണ്, ഉറക്കമില്ല, കിടന്ന ഉറക്കം വരുന്നില്ല, ശരീര വേദനയാണ്, പെയിൻ, നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം വിശപ്പേ ഇല്ല, അല്ലെങ്കിൽ ഭയങ്കര വിശപ്പ്, ഇതുപോലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളില്ലാതെ ആരും തന്നെ ഇവിടെ ഇല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ആ കനാബിനോയിഡ്സ് എന്ന് പറയുന്ന ഒരു തരം കെമിക്കൽ കോമ്പൗണ്ട് നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്നത് വളരെ കുറവാണ്, ഡിഫിഷ്യന്റ് ആണ്. ഇതെവിടെ കിട്ടും? ഇപ്പൊ ഇൻസുലിൻ കുറഞ്ഞാൽ, നമ്മുടെ ശരീരത്തിലെ പാൻക്രിയാസ് ഇൻസുലിൻ കുറഞ്ഞാൽ നമ്മുടെ പുറമേ നിന്നും ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ച് ഉണ്ടാക്കി നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കുന്നുണ്ട്. അതുപോലെ ഈ കനാബിനോയിഡ്സ് എന്ന് പറയുന്ന ഈ കെമിക്കൽ എവിടെ നിന്ന് കിട്ടും എന്ന് അന്വേഷിച്ചപ്പോൾ പ്രകൃതിയിൽ ഒരു ചെടിയുണ്ട്, ഒരു ഔഷധമുണ്ട്, കനാബിസ് എന്ന് പറയുന്ന ഒരു ചെടി. ഈ ചെടിയിൽ നിന്നും, ഇത് വിജയ ലീഫ് എന്ന് പറയും, വിജയ ലീഫ് ആയുർവേദത്തിൽ പണ്ട് മുതൽ യൂസ് ചെയ്യുന്ന ഒരു ഹെർബാണിത്. ഗോഡ് ഹെർബ് എന്ന് പറയും, അല്ലെങ്കിൽ ഹെർബ് ഓഫ് ഇമ്മോർട്ടൽ എന്ന് പറയും. ഇതിൽ നിന്നും ആ പറയുന്ന കനാബിനോയിഡ്സ് എന്ന് പറയുന്ന കെമിക്കൽ സബ്സ്റ്റൻസിനെ വേർതിരിച്ചെടുക്കാൻ പറ്റും എന്ന് തെളിയിച്ച് എടുത്തു. ഈ കനാബിസ് എന്ന് പറയുന്ന ഒരു ഫാമിലിയാണ്, ഒരു ചെടിയുടെ ഒരു വർഗമാണ്. അതിൽ ഒരുപാട് വെറൈറ്റി ഓഫ് ചെടികളുണ്ട്, ഔഷധങ്ങളുണ്ട്. കനാബിസ് എന്ന് പറയുന്നതിൽ കനാബിസ് ഇൻഡിക, കനാബിസ് സാറ്റിവ എന്നിങ്ങനെ ഒരു 3-4 തരം വെറൈറ്റി ഉണ്ട്. അതിൽ കനാബിസ് സാറ്റിവ എന്ന് പറയുന്ന വെറൈറ്റിയിൽ നിന്നും മാത്രമേ ഈ CBD ഓയിൽ ഉൽപ്പാദിപ്പിക്കാൻ പാടുള്ളൂ, എക്സ്ട്രാക്ട് ചെയ്ത് ഈ CBD ഓയിൽ എടുക്കാൻ പാടുള്ളൂ എന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അടക്കം, അമേരിക്കൻ FDA അടക്കം, ഇന്ത്യൻ ഗവൺമെന്റ് പോലുള്ള പല രാജ്യങ്ങളും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. വേറെ ഒരു ചെടിയിലും യൂസ് ചെയ്യാൻ പാടില്ല. കനാബിസ് ഇൻഡിക എന്ന് പറയുന്ന ചെടി ഉപയോഗിക്കാൻ പാടില്ല, കൃഷി ചെയ്യാൻ പാടില്ല, അത് ബാൻഡ് ആണ്, നിരോധിച്ചിരിക്കുകയാണ്. പക്ഷെ ഈ കനാബിസ് സാറ്റിവ എന്ന് പറയുന്ന ചെടിയിൽ നിന്ന് മാത്രം ഈ CBD ഓയിൽ എടുക്കണം എന്ന് ഒരു ഓർഡർ ഉണ്ട്, WHO-ന്റെ ഒരു ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ. അങ്ങനെ എടുക്കപ്പെട്ട ഒരു CBD ഓയിലാണ് നമ്മുടെ കമ്പനിയിൽ. ഞാൻ പറയുന്നത് ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയിൽ CBD ഓയിൽ തരുന്ന ഫസ്റ്റ് കമ്പനി ഇൻ ഇന്ത്യ യാർഡ് ലാബ്സ്. ഇത് കഴിച്ചാൽ ഡ്രോപ്പ് ആണ്, 10 ml ആണ് ഈ പ്രോഡക്റ്റ്. ഒരു 5 തുള്ളി വെച്ച് നമ്മുടെ നാവിന്റെ അടിയിൽ ഏതെങ്കിലും ഒരു നേരം, രാത്രി കഴിക്കുന്നതായിരിക്കും ഉത്തമം. രാത്രി ഭക്ഷണത്തിന് മുമ്പ്, രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു 1/2 മണിക്കൂറോ 1 മണിക്കൂർ മുമ്പ് നാവിന്റെ അടിയിൽ, സബ്ലിംഗ്വൽ എന്ന് പറയും, നാവിന്റെ അടിയിൽ ഒരു 5-6 തുള്ളി, അതിലൊരു ഫില്ലർ ഉണ്ടാവും, കറക്റ്റായിട്ട് എടുത്ത് ഒറ്റിക്കാം.
വിഴുങ്ങേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നാവിന്റെ അടിയിൽ അങ്ങനെ 2 മിനിറ്റ് വെച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഉമിൾനീരോട് കൂടി അത് അബ്സോർബ് ആയി ബ്ലഡ് സ്ട്രീമിലേക്ക് പോകും. അങ്ങനെ പോയാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്, നമ്മൾ ഓരോരുത്തരും കഴിച്ചിരിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് ആണിത്. എന്തൊക്കെയാണ് ബെനിഫിറ്റ്? നേരത്തെ ഞാൻ പറഞ്ഞ നമുക്കുണ്ടാവുന്ന ടെൻഷൻ, സ്ട്രെസ്, ഉത്കണ്ഠം, ആങ്സൈറ്റി, ഇതുപോലുള്ള ഡിപ്രഷൻസ് എല്ലാം പതിയെ 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 കുറഞ്ഞ് മൈൻഡ് വളരെ കാം ആവും. അതുകൊണ്ട് നല്ല രീതിയിലുള്ള ഉറക്കം കിട്ടും, നല്ല ഗുഡ് സ്ലീപ്പ് കിട്ടും. നമ്മുടെ ശരീരത്തിനകത്ത് ഉണ്ടാകുന്ന വേദനകൾ, പെയിൻസ് എല്ലാം മെല്ലെ മെല്ലെ ഡിസോൾവ് ആയി പോകും. കംപ്ലീറ്റ് പെയിനും ഇല്ലാതാവും. അതേപോലെ നമുക്കറിയാം സെൻട്രൽ നെർവസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണ്? അപസ്മാരം എന്ന് പറയുന്ന എപ്പിലെപ്സി ഇന്ന് പലർക്കും ഉണ്ട്. അവരെപ്പോഴും കയ്യിൽ ഒരു ഗുളിക കയ്യിലുണ്ടാവും. ദിവസം ഒരു ഗുളിക കഴിച്ചിരിക്കണം ലൈഫ് ടൈം. അതിനൊന്നും ട്രീറ്റ്മെന്റ് ഇല്ല. പക്ഷെ ഈ പ്രോഡക്റ്റ് ഒരു മിറാക്കിളാണ്. ഈ പ്രോഡക്റ്റ് കഴിക്കുമ്പോൾ ഈ പറയുന്ന എപ്പിലെപ്സി, അപസ്മാരം അടക്കം മാറിയിട്ടുണ്ട് പലർക്കും. അതേപോലെ ഓപ്പിയോയിഡ് എന്ന് പറഞ്ഞ അഡിക്ഷൻ, ഈ മയക്കുമരുന്ന്, മദ്യം, ഇതിലെ അഡിക്ഷൻ ഉള്ളവർക്ക് ഈ പ്രോഡക്റ്റ് തുടർച്ചയായിട്ട് കഴിച്ചാൽ അതിന്റെ അഡിക്ഷനിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റും. അതേപോലെ ഓട്ടിസം, ഈ സെൻട്രൽ നെർവസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ഉണ്ടാവുന്നതാണ് ഓട്ടിസം. അതേപോലെ പാർക്കിൻസൺസ്, ഈ ഒരു തരം കയ്യും കാലും വിറയ്ക്കുന്ന ഒരു രോഗമുണ്ട്, പ്രത്യേകിച്ച് പ്രായമായവർക്ക് വരുന്ന. തലയൊക്കെ ഇങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കും, കൈയൊക്കെ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കും. ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. 10-15 വർഷം പാർക്കിൻസൺസ് ഉള്ളവർക്കടക്കം വിത്തിൻ മിനിറ്റുകൾക്കകം റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഒന്നുമല്ല, ഈ ഓയിൽ, ഈ കനാബിനോയിഡ് എന്ന് പറയുന്ന ഒരു 5 തുള്ളി ഓയിൽ ശരീരത്തിനകത്ത് ചെല്ലുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്തുള്ള ആ സിസ്റ്റം പ്രോപ്പർ ആയിട്ട് സിഗ്നലിങ്ങിലൂടെ വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഇത് കഴിക്കുമ്പോൾ തൈറോയിഡിന്റെ പ്രശ്നം കുറയും. ഈവൻ ഇൻസുലിൻ ഉൽപാദനം കൂടും. കാരണം ഈ പറയുന്ന സെൻട്രൽ നെർവസ് സിസ്റ്റം നിയന്ത്രിക്കുന്ന ശരീരത്തിലുള്ള എല്ലാ ആക്ടിവിറ്റീസും നിയന്ത്രിക്കുന്നതാണ്. അതേപോലെ നമുക്കറിയാം അൽസിമേഴ്സ്, പ്രായമായവർക്ക് വരുന്ന ഓർമ്മക്കുറവ്, കംപ്ലീറ്റ് മറന്നുപോകും പ്രായമാകുമ്പോൾ. അപ്പൊ അൽസിമേഴ്സ് എന്ന് പറയും. ഇങ്ങനെ സെൻട്രൽ നെർവസ് സിസ്റ്റമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് ജസ്റ്റ് ഒരു 5 തുള്ളി വെച്ച് കഴിച്ചാൽ ഓരോ ദിവസവും നമുക്ക് റിസൾട്ട് കിട്ടുന്നത് കാണാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലുള്ള അച്ഛനോ അമ്മയോ പ്രായമായവരുണ്ടെങ്കിൽ അവർക്ക് ഇത് പ്രോഡക്റ്റ് ഒന്ന് കൊടുത്തു നോക്കും സാർ. അത്രയും യുണീക്ക് ആയിട്ട് യാർഡ് ലാബ്സിൽ മാത്രമുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഈ പറയുന്ന CBD ഓയിൽ, പ്രോഡക്റ്റ് നമ്പർ 2. ഇതല്ലാതെ ഒരു 5 പ്രൊഡക്റ്റ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് പറയാം. കുട്ടികൾക്കായിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. 17 തരം ഔഷധങ്ങൾ, ഹെർബ്സിന്റെ കോമ്പിനേഷൻ ആണ്. കിഡോ ഐൻസ്റ്റീൻ എന്ന് പറയുന്ന ഒരു സിറപ്പാണ്. 100 ml സിറപ്പ്. ഒരു 5 ml വെച്ച് 2 നേരം കുട്ടികൾക്ക് കൊടുത്താൽ ഉണ്ടാകുന്ന ബെനിഫിറ്റ്, അവർക്ക് കോൺസെൻട്രേഷൻ കൂടും, ഓർമ്മശക്തി കൂടും. അതേപോലെ ഈ സംസാരശേഷി കുറഞ്ഞ കുട്ടികൾക്ക് നല്ല രീതിയിൽ സംസാരിക്കവര്, ഡിസ്ലെക്ഷ്യ, എഴുതാനും വായിക്കാനുമുള്ള ബുദ്ധിമുട്ടുകൾ മാറും. മെമ്മറി ലോസ്, ചിലർക്കൊക്കെ മറന്നുപോയിട്ടുണ്ടാവും. ആ മറന്നുപോയ ആ മെമ്മറി ലോസ് ഉണ്ടാവും അവർക്ക്, അതെല്ലാം മാറും. കിടക്കയിലെ മൂത്രം ഒഴിക്കുന്നത്, അതേപോലെ ഐ കോണ്ടാക്ട്. ചില കുട്ടികൾ കണ്ണു നോക്കി സംസാരിക്കില്ല. നമ്മൾ സംസാരിച്ചാൽ അവർ നമ്മുടെ മുഖം നോക്കി കണ്ണു നോക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞ CBD ഓയിലും ഈ പറയുന്ന സിറപ്പും തുടർച്ചയായിട്ട് കൊടുത്താൽ നല്ല റിസൾട്ട് കിട്ടും. ഈ പ്രൊഡക്റ്റ് വെറും 400 രൂപ വില വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഈ കിഡോ ഐൻസ്റ്റീൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. കുട്ടികൾക്ക് ഒരു 2 മാസം അങ്ങോട്ട് കൊടുക്കാം. എന്നിട്ട് 2 മാസത്തിന് ശേഷം അവരുടെ പഴയ ഹാൻഡ് റൈറ്റിംഗ് നോട്ട്ബുക്ക് എടുത്ത് ഒന്ന് നോക്കുക. പഴയ നോട്ട്ബുക്ക് എടുത്ത് അവരുടെ ഹാൻഡ് റൈറ്റിംഗ് ചെക്ക് ചെയ്യുക. പുതിയ 2 മാസത്തിന് ശേഷം അവർ എഴുതിയ ഹാൻഡ് റൈറ്റിംഗ് എടുത്ത് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ സാറേ. ഈ പ്രോഡക്റ്റിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും കോൺസെൻട്രേഷൻ കൂടുമ്പോൾ ഹാൻഡ് റൈറ്റിംഗ് ആണ് ഫസ്റ്റ് അതിന്റെ റിഫ്ലക്ഷൻ ആവുന്നത്. സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ കുറയും. അത്രയും യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കിഡോ ഐൻസ്റ്റീൻ. പിന്നെ ഡൈജസ്റ്റീവ് സപ്പോർട്ട്, നമ്മുടെ ദഹനവുമായി ബന്ധപ്പെട്ട് 2500 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഹിപ്പോക്രേറ്റ്സ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് പറഞ്ഞതാണ്, ഓൾ ഡിസീസസ് ബിഗിൻസ് ഇൻ ദ ഗട്ട്. എല്ലാ അസുഖങ്ങളും രോഗങ്ങളും തുടങ്ങുന്നത് വയറ്റിൽ നിന്നാണ്, ഗട്ട്സിൽ നിന്നാണ്. ശരിയാണ്. നമുക്കറിയാം, നമുക്കൊരു 3 പ്രൊഡക്റ്റ് ഉണ്ട്.
അത് ഒന്ന് ആമാശയത്തിൽ വർക്ക് ചെയ്യുന്ന പ്രൊഡക്റ്റ്. ദാറ്റ് മീൻസ് നമ്മുടെ സ്റ്റൊമക്ക് എന്ന് പറയുന്ന ആമാശയത്തിൽ നമുക്കറിയാം ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്, HCl എന്ന് പറയും. ഭയങ്കര പവർഫുൾ ആണ്. ഇതിലൂടെ കടന്നിട്ടാണ് എല്ലാ ഭക്ഷണവും ചെറുകുടലിലേക്ക് കടന്നു പോകുന്നത്. പക്ഷെ ഈ അസിഡിറ്റി അല്ലെങ്കിൽ ഈ ആസിഡ് വളരെ കൂടി മുകളിലോട്ട് വന്നാലോ നെഞ്ചരിച്ചൽ, അസിഡിറ്റി എന്ന് പറയുന്ന ഭയങ്കര പ്രോബ്ലമാണിത്. ഭയങ്കര പ്രോബ്ലമാണ് അസിഡിറ്റി. ഇതിനൊരു പ്രൊഡക്റ്റ് ആണ്, ഒരു 16 തരം എക്സ്ട്രാക്റ്റും ഹെർബ്സും കൂടിയിട്ടുള്ള ഡൈജസ്റ്റീവ് ഹെർബ്സ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ്. ഒരു 690 രൂപ വില വരുന്ന ഒരു ക്യാപ്സുലാണ്, 30 ക്യാപ്സുൽ. ഇത് ഒരു ക്യാപ്സുൽ കഴിക്കുമ്പോൾ തന്നെ മാറ്റങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ജസ്റ്റ് ഒരു മാസം കഴിച്ചാൽ മതി ഈ ആമാശയം സ്റ്റൊമക്കുമായി ബന്ധപ്പെട്ടുള്ള ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് പരിഹരിക്കാൻ പറ്റും. ബിഫോർ മീൽ ക്യാപ്സുൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ചെറുകുടലിനകത്ത് ഗുഡ് ബാക്ടീരിയ, ബാഡ് ബാക്ടീരിയ എന്ന് 2 തരം ബാക്ടീരിയാസ് ഉണ്ട്. നല്ല ഗുഡ് ബാക്ടീരിയാസ് കൂടിയാൽ നമ്മൾ നല്ല രീതിയിലുള്ള ദഹനം നടക്കും, ഡൈജഷൻ നല്ല പ്രോപ്പറായിട്ട് നടക്കും. അതേപോലെ അബ്സോർപ്ഷൻ, നമ്മുടെ ഭക്ഷണത്തിലുള്ള പോഷണങ്ങളെ ശരീരം കറക്റ്റായിട്ട് വലിച്ചെടുക്കണമെങ്കിൽ ചെറുകുടലിനകത്ത് ഗുഡ് ബാക്ടീരിയ നല്ല രീതിയിൽ ഉണ്ടാവണം. ഇതിനു വേണ്ടിയാണ് നമ്മൾ മോര്, തൈര് ഇതൊക്കെ ചേർക്കുന്നത്. അതിനു വേണ്ടിയാ ഗുഡ് ബാക്ടീരിയ. പക്ഷേ നമ്മുടെ ഇന്നത്തെ ഭക്ഷണ രീതി, ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ്, ബേക്കറി ഐറ്റം, പെപ്സി, ചിപ്സ് ഇതുപോലത്തുള്ള കാരണങ്ങളാൽ നമ്മുടെ ഈ ഗുഡ് ബാക്ടീരിയ നശിച്ചു പോവുകയും ബാഡ് ബാക്ടീരിയ കൂടുകയും ചെയ്യും. ബാഡ് ബാക്ടീരിയ ചെറുകുടലിനകത്ത് കൂടിയാൽ കോൺസ്റ്റിപ്പേഷൻ, ഇൻഡൈജക്ഷൻ എന്ന് പറയുന്ന ഒരുപാട് ഇഷ്യൂസ് വരും. ഈവൻ സ്മെൽ, പലർക്കും വായിലൂടെ സ്മെല്ല് വരും. സംസാരിക്കുമ്പോൾ വളരെ അടുത്ത് നിന്ന് ഭയങ്കര സ്മെല്ല് വരും. അതെല്ലാം വരാൻ കാരണം ചെറുകുടലിനകത്ത് ഇരിക്കുന്ന ബാഡ് ബാക്ടീരിയ. ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ബിഫോർ മീൽ ക്യാപ്സുൽ എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ് കമ്പനി തന്നിരിക്കുന്നത്. 30 ക്യാപ്സുൽ ആണ്. പേര് തന്നെ ബിഫോർ മീൽ. ഏതെങ്കിലും ഒരു നേരം ഭക്ഷണത്തിന് മുമ്പ് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂർ മുമ്പ് ഒരു ക്യാപ്സുൽ എടുത്താൽ മതി. 1-2 ദിവസത്തിനകം നമുക്ക് ഇതിന്റെ മാറ്റങ്ങൾ തിരിച്ചറിയാൻ പറ്റും. നമ്മുടെ ചെറുകുടലിനകത്ത് ഗുഡ് ബാക്ടീരിയ, പ്രോബയോട്ടിക് എന്ന് പറയുന്ന ഗുഡ് ബാക്ടീരിയ വളരെ മൾട്ടിപ്പിൾ ആവും. അപ്പൊ നമുക്ക് നല്ല രീതിയിലുള്ള ഡൈജഷനും അബ്സോർപ്ഷനും പ്രോപ്പറായിട്ട് നടക്കും. ഇതെല്ലാം ഒരു മാസം എടുക്കാൻ പറ്റിയ ക്യാപ്സുൾസ് ആണ്. ഓക്കെ, ഇത് ചെറുകുടലിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രൊഡക്റ്റ്. മൂന്നാമത്തെ പ്രൊഡക്റ്റ് അൾട്ടിമേറ്റ് ഗട്ട് സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ഒരു പൗഡർ ഫോമിലാണ്, 200 ഗ്രാം പൗഡർ. ലീക്കി ഗട്ട് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. നമുക്കറിയാം നമ്മുടെ ചെറുകുടലിനകത്ത്, നിങ്ങൾ ഈ ചിത്രത്തിൽ ഇടത് ഭാഗം കാണുന്നത് നല്ല കുടലാണ്, നല്ല ചെറുകുടൽ. ഇതിനകത്ത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഗുഡ് ബാക്ടീരിയ, ബാഡ് ബാക്ടീരിയ എല്ലാം ഈ ചെറുകുടലിനകത്ത് കടന്നു പോകും. പക്ഷെ ഇതുപോലെ നല്ല ഒരു ചെറുകുടലിനകത്തുള്ള മ്യൂക്കോസ എന്ന് പറയും. നമ്മുടെ നാവിന്റെ വായിന്റെ ഉള്ളിലെ നമ്മുടെ കവിളിൽ ഉള്ളിൽ വിരലിട്ട് തോക്കിൽ എങ്ങനെ ഉണ്ട്, സ്മൂത്ത് ആയിട്ട് വഴവഴ എന്ന് പറഞ്ഞില്ലേ, അതാണ് മ്യൂക്കോസ. അതുപോലെ കുടലിനകത്തും ഉണ്ട്. അതിൽ ഹോൾസോ അല്ലെങ്കിൽ അൾസറോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. പക്ഷെ ഇന്നത്തെ നമ്മുടെ ഭക്ഷണ രീതി കാരണം ഈ ചെറുകുടലിനകത്ത് വലതു ഭാഗം കാണുന്നത് പോലെ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാവും. ചെറിയ ചെറിയ അൾസർ പോലെ വളരെ ചെറിയ ഹോൾസ് ഉണ്ടായിട്ട് ആ ഹോൾസിലൂടെ ഈ കുടലിനകത്ത് കിടക്കുന്ന ബാഡ് ബാക്ടീരിയ രക്തത്തിലേക്ക് കലരും. അങ്ങനെ നമ്മുടെ കുടലിനകത്ത് കിടക്കുന്ന ബാഡ് ബാക്ടീരിയ, വൈറസ്, പാത്തോജൻസ് രക്തത്തിലേക്ക് കലർന്നാൽ ഉണ്ടാവുന്ന ഇഷ്യൂസ്, ഒന്ന്, പലർക്കും തലവേദന, തീരാത്ത തലവേദന ഉണ്ടാകും, മൈഗ്രെയിൻ ഉണ്ടാകും. എത്ര മെഡിസിൻ കഴിച്ചാലും മാറുന്നില്ല എന്ന് പറയും. അതിന്റെ ഒരു കാരണക്കാരൻ ഈ ലീക്കി ഗട്ടാണ്. അതേപോലെ ഈ രക്തത്തിൽ ഇതുപോലുള്ള ബാക്ടീരിയാസും വൈറസും രക്തത്തിൽ വന്നാൽ നമുക്കുണ്ടാവുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന സ്കിൻ റാഷസ്, സോറിയാസിസ്, റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, വാദം എന്നൊക്കെ പറയില്ലേ, പലർക്കും വാദം എന്ന് ഭയങ്കര പ്രശ്നമാണ്. ഇതെല്ലാം വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ചെറുകുടലിനകത്ത് കിടക്കുന്ന ഈ അൾസർ പോലത്തുള്ള ചെറിയ ചെറിയ ഹോൾസ് ആണ്. ഇതിനു വേണ്ടിയാണ് കമ്പനി ഈ പറയുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അൾട്ടിമേറ്റ് ഗട്ട് സൊല്യൂഷൻ എന്ന് പറയുന്ന, ഒരു മാസം കഴിച്ചാൽ മതി ഈ പ്രശ്നം കംപ്ലീറ്റ് അങ്ങോട്ട് മാറും. പറയുമ്പോൾ തലവേദന, മൈഗ്രെയിൻ, പക്ഷെ അതിന്റെ കാരണം നമ്മുടെ ചെറുകുടലിനകത്ത് കിടക്കുന്ന ലീക്കി ഗഡാണ്. ഇതിനൊരു അങ്ങനെ ഒരു ദഹനവുമായി ബന്ധപ്പെട്ട ഒരു 3 പ്രൊഡക്റ്റ് നമുക്കുണ്ട്. ഫൈനൽ ഡയബറ്റിക് ഗ്ലൂക്കോഗോൺ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് നമുക്കുണ്ട്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്, 30 ക്യാപ്സുൽ. ഇത് കഴിച്ചു തുടങ്ങുമ്പോൾ തന്നെ വിത്തിൻ എ വീക്ക്, ഒരാഴ്ചക്കകം നമുക്ക് റിസൾട്ട് കിട്ടും. ഒരാഴ്ചക്കകം
കാരണം ഇതിനൊരു അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു 14 തരം ഹെർബ്സ് ആണ്, ഔഷധങ്ങളും എക്സ്ട്രാക്റ്റുമാണ് ചേർത്തിരിക്കുന്നത്. ഈ പറയുന്ന ഗ്ലൂക്കോഗോൺ എന്ന് പറയുന്ന ഡയബറ്റിക്കിനുള്ള പ്രൊഡക്റ്റും നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞ ഹാർട്ടിഫൈൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റും കൂടി ചേർത്ത് കഴിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഡയബറ്റിക് പേഷ്യൻസിന്, സുഹൃത്തുക്കളെ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, നല്ല ടെസ്റ്റ് എടുക്കുക. ഈ പറയുന്ന പ്രൊഡക്റ്റുകളെല്ലാം കഴിക്കുന്നതിന് മുമ്പ് പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് എടുക്കുക. ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ HbA1c എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്, അത് പോയി എടുക്കുക. ഫാസ്റ്റിംഗ് ഷുഗർ എടുക്കുക, അതേപോലെ ലിപ്പിഡ് പ്രൊഫൈൽ എടുക്കുക, കൊളസ്ട്രോളിന്റെ മെഷർമെന്റ് ബ്ലഡ് കൊടുത്താൽ ഇതെല്ലാം കിട്ടും. ഒരു 500, 600, 700 രൂപ വരും. നമ്മുടെ ഈ 2 പ്രൊഡക്റ്റും കഴിച്ചാൽ ഓരോ മാസവും നിങ്ങൾക്ക് ടെസ്റ്റ് എടുക്കാൻ പറ്റും. ഓരോ മാസവും തുടർച്ചയായിട്ട് ഒരു 6 മാസം ഈ 2 പ്രൊഡക്റ്റും എടുത്താൽ 99% പേരും നിങ്ങളുടെ മെഡിസിൻ, ഷുഗറിന്റെ മെഡിസിൻ നിർത്തിയിട്ട് ഈ പ്രൊഡക്റ്റ് മാത്രം കഴിച്ച് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ജീവിതം നമുക്ക് ജീവിക്കാൻ കഴിയും. അത്രയും പ്രൂവൺ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഈ പറയുന്ന ഗ്ലൂക്കോഗോൺ അടക്കമുള്ള പ്രൊഡക്ട്സുകൾ. അങ്ങനെ ഒരു 7 പ്രൊഡക്റ്റ് മാത്രമേ കമ്പനിക്കുള്ളൂ. ഇനി വരാൻ പോകുന്ന 1-2 പ്രൊഡക്റ്റ് എല്ലാം അസിം സാറുടെ പാറ്റന്റ് റൈറ്റുള്ള പ്രൊഡക്റ്റുകളാണ് വരാൻ പോകുന്നത്. ഇതാണ് പ്രോഡക്ട്സിന്റെ റേഞ്ച്. ആകെ 7 പ്രൊഡക്ട്സ് മാത്രമേ ഉള്ളൂ. ഫൈനലി നമ്മൾ ഏത് സപ്ലിമെന്റ് കഴിക്കുകയാണെങ്കിലും നല്ല രീതിയിൽ, പ്രത്യേകിച്ച് നമ്മുടെ CBD ഓയിൽ, നമ്മുടെ പ്രൊഡക്ട്സുകളെല്ലാം കഴിക്കുമ്പോൾ വെള്ളം ധാരാളം കുടിക്കണം. എത്രയ്ക്ക് വെള്ളം കുടിക്കുന്നുണ്ടോ അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടും, ഗുഡ് റിസൾട്ട് കിട്ടും. പ്രോഡക്റ്റ് കഴിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഫൈനൽ പാർട്ട്, പ്രൊഫൈൽ കഴിഞ്ഞു, പ്ലാൻ കഴിഞ്ഞു, പ്രോഡക്ട്സ് കഴിഞ്ഞു, മാർക്കറ്റിംഗ് പ്ലാൻ മൂന്നാമത്തെ പാർട്ട്. 5 തരം ബെനിഫിറ്റ് ഉണ്ട്. റീറ്റെയിൽ പ്രോഫിറ്റ്, ബൈനറി മാച്ചിങ് ബോണസ്, റോയൽറ്റി, ഫസ്റ്റ് ലെവൽ സർക്കിൾ ബോണസ് ആൻഡ് അവാർഡ്സ് ആൻഡ് റിവാർഡ്സ്. ഈ എല്ലാ ബെനിഫിറ്റും കമ്പനി തരുന്നത് പ്രൊമോഷൻ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ പ്രൊമോഷൻ അനുസരിച്ച് നമ്മൾ ഏത് റാങ്കിലാണോ ഉള്ളത് അതിനനുസരിച്ചായിരിക്കും ഇതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. എന്താ സാർ അങ്ങനെ ചോദിച്ചാൽ, നിങ്ങൾ ഇതിൽ ജോയിനിങ് പാക്കേജ് എന്ന് പറയുന്ന സംഭവം ഇല്ല. ജോയിൻ ചെയ്യാൻ വേണ്ടി 5000-ന് ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ 10,000-ന് ജോയിൻ ചെയ്യണം, 15,000-ന്റെ പാക്കേജുകളുണ്ട്. അങ്ങനെ ഒന്നുമില്ല ഇതിൽ. ഏതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം. 500 BV പർച്ചേസ് ചെയ്താൽ മതി. 500 BV പർച്ചേസ് ചെയ്ത്, 500 BV എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ്, ഇന്നേ വരെ ഞാൻ വർക്ക് ചെയ്ത ഒരുപാട് പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനികൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത്രയും BV തരുന്ന ഒരു കമ്പനി ഇല്ല. അതായത് നമ്മൾ ബില്ലിംഗ് ഒരു പ്രൊഡക്റ്റ് കമ്പനിയിൽ നിന്ന് DP പ്രൈസിന് വാങ്ങിക്കില്ലേ, ആ DP പ്രൈസിന്റെ 80% BV ആണ്. ഉദാഹരണത്തിന് 1000 രൂപയുടെ പ്രോഡക്റ്റ്, ഉദാഹരണത്തിന് ഞാൻ 800 രൂപയ്ക്ക് ബിൽ ചെയ്ത് വാങ്ങിച്ചാൽ, ഇൻവൈസ് അമൗണ്ട് 800 രൂപയാണെങ്കിൽ അതിന്റെ 80%, അതായത് 640 BV ആണ്. അപ്പോ ബില്ലിംഗ് അമൗണ്ടിന്റെ 80% BV. അങ്ങനെ ഒരു 500 BVക്ക് നിങ്ങൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്താൽ മതി, നിങ്ങളുടെ ID ആക്ടിവേറ്റ് ആവും. അപ്പൊ നേരത്തെ പറഞ്ഞ ഹാർട്ടിഫൈൻ ഒരു പ്രൊഡക്റ്റ് മതി, അല്ലെങ്കിൽ 700 രൂപയ്ക്ക് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്താൽ മതി. 700 രൂപയ്ക്ക് 500 BV മതി. ഇതാണ് ജോയിനിങ്. ഓക്കെ, സ്റ്റോക്ക് പോയിന്റ്സ് ഒന്നുമില്ല. മറ്റുള്ള കമ്പനികളെ പോലെ ഓരോ താലൂക്കിലും ജില്ലയിലും ഓരോ ടൗണിലും സ്റ്റോക്ക് പോയിന്റുകൾ കൊണ്ടുവരിക, കുറച്ച് കഴിയുമ്പോൾ സ്റ്റോക്ക് പോയിന്റ് അടച്ചു പൂട്ടി പോകും, പിന്നെ വേറെ സ്റ്റോക്ക് പോയിന്റ് വരും. ആ സിസ്റ്റം ഇവിടെ ഇല്ല. എല്ലാം ഡയറക്റ്റ് ആയിട്ട് കമ്പനിയിൽ നിന്ന് വരും. ദാറ്റ് മീൻസ് നമ്മുടെ ഐഡിയിൽ കയറി നമുക്ക് നേരിട്ട് കമ്പനിക്ക് ഓർഡർ ചെയ്യാം. പ്രോഡക്റ്റ് വരുന്നത് കോയമ്പത്തൂരിൽ നിന്നാണ്. ഓരോ സ്റ്റേറ്റിനും ഒരു സൂപ്പർ സ്റ്റോക്കിസ്റ്റ് ഉണ്ടാവും. ഇപ്പൊ കേരളത്തിൽ ഒരു പുതിയ സൂപ്പർ സ്റ്റോക്കിസ്റ്റ് വരാൻ പോകുന്നേ ഉള്ളൂ. അടുത്ത മാസം എന്തായാലും നമ്മുടെ സൂപ്പർ സ്റ്റോക്കിസ്റ്റ് വന്നിരിക്കും കേരളത്തിൽ. അപ്പൊ കേരളത്തിനകത്ത് ആര് ഓർഡർ ചെയ്താലും പ്രോഡക്റ്റ് വരുന്നത് ചിലപ്പോൾ ആ സൂപ്പർ സ്റ്റോക്കിസ്റ്റിൽ നിന്ന് കൊച്ചിയോ അല്ലെങ്കിൽ എറണാകുളം അല്ലെങ്കിൽ തൃശ്ശൂർ ആയിരിക്കും. അവിടെ നിന്ന് കൊറിയർ, പിറ്റേ ദിവസം പ്രോഡക്റ്റ് കിട്ടും. ഇന്ന് ഓർഡർ ചെയ്താൽ നാളെ പ്രോഡക്റ്റ് കിട്ടും. അപ്പൊ സ്റ്റോക്ക് പോയിന്റ് സിസ്റ്റം ഒന്നുമില്ല. പ്ലാൻ, ബൈനറി പ്ലാൻ, A ടീം B ടീം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിൽ 2 ഡയറക്റ്റ് റെഫറൽ നമ്മൾ കൊടുത്തിരിക്കണം. അവരും 500 BVക്ക് ഒരു തവണ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് ID ആക്ടിവേറ്റ് ചെയ്താൽ മതി.
500 BV ചെയ്തിരിക്കണം. നമ്മൾ ഡയറക്റ്റ് റെഫറൽ കൊടുക്കുന്ന 2 പേരും. ഈ 2 ഡയറക്റ്റ് റെഫറലും ലെഫ്റ്റും റൈറ്റും വരണം എന്ന് നിർബന്ധം പോലും ഇല്ല. ഏതെങ്കിലും ഒരേ സൈഡ് 2 പേർ നിങ്ങൾ ഡയറക്റ്റ് റെഫറൽ ആയിട്ട് കൊടുത്താലും ക്രൈറ്റീരിയ കംപ്ലീറ്റഡ്. ഇപ്പോ എ ടീമിലും ബി ടീമിലും വരുന്ന BV ആണ് നമ്മുടെ റാങ്ക് തീരുമാനിക്കുന്നത്. നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഡിസ്ട്രിബ്യൂട്ടർ ആണ്. ലെഫ്റ്റില് അപ്പോ ഒരു 10,000 BV ലെഫ്റ്റിലും റൈറ്റിലും മാച്ചിങ് BV നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യത്തെ റാങ്കായ സ്റ്റാർട്ടർ എന്ന് പറയുന്ന റാങ്ക് നമ്മൾ അച്ചീവ് ചെയ്യും. സ്റ്റാർട്ടർ എന്ന് പറയുന്ന റാങ്ക് 10,000 BV എന്ന് പറയുമ്പോൾ കൃത്യം പറയുകയാണെങ്കിൽ ഒരു 12,500 മുതൽ 13,000 രൂപ വരെ നമ്മുടെ ടീമിൽ പർച്ചേസ് നടന്നാൽ മതി. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഒരു 5 ഹാർട്ട് ഫൈൻ ആരെങ്കിലും ടീമിൽ പർച്ചേസ് ചെയ്താൽ 10,000 BV ആയി. അങ്ങനെ 10,000 അക്കുമുലേഷനിൽ 10,000 BV മാച്ചിങ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ടൈം ലിമിറ്റ് ഒന്നുമില്ല. ഒറ്റ ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. ഇഷ്യൂ ഒന്നല്ല. 10,000 മാച്ചിങ് BV കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് റാങ്ക് സ്റ്റാർട്ടർ. 30,000 ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അക്കുമുലേഷൻ ആൾറെഡി 10,000 ഉണ്ട്, മാച്ചിങ് ഉണ്ട്. വീണ്ടും ഒരു 20,000 BV 2 സൈഡും കയറുമ്പോൾ 30,000 BV മാച്ചിങ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അച്ചീവർ എന്ന് പറയുന്ന റാങ്ക്. അങ്ങനെ അടുത്ത റാങ്ക് മോട്ടിവേറ്റർ, ക്രിയേറ്റർ, അങ്ങനെ ഒരു 12 റാങ്ക് ഉണ്ട്. ഒരു ഐഡിയയിൽ 2 ടീം ഡെവലപ്പ് ചെയ്താൽ ഈ പ്രൊമോഷനുകളെല്ലാം താനേ വരും. ഈ പറയുന്ന 12 പ്രൊമോഷന്റെ ബേസിലാണ് എല്ലാ തരം ഇൻകമും വരുന്നത്. ഓക്കെ, ഫസ്റ്റ് ഇൻകം റീറ്റെയിൽ പ്രോഫിറ്റ്. എന്താ സാർ റീറ്റെയിൽ പ്രോഫിറ്റ്? നമുക്കറിയാം കമ്പനിയുടെ MRPയിൽ നിന്നും എത്ര ശതമാനം ഡിസ്കൗണ്ടിലാണ് നമ്മൾ വാങ്ങിക്കും, അതാണ് റീറ്റെയിൽ പ്രോഫിറ്റ്. ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസും MRPയും തമ്മിലുള്ള ഡിഫറൻസ്. പക്ഷെ നമ്മുടെ കമ്പനിയിൽ DP എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല, ഫിക്സഡ് അല്ല എന്ന് പറയാം. ഉദാഹരണത്തിന് ഫസ്റ്റ് 3 റാങ്ക്, ആദ്യത്തെ 3 റാങ്ക് നമ്മൾ ജോയിൻ ചെയ്ത് ഡിസ്ട്രിബ്യൂട്ടറായി വർക്ക് ചെയ്തു. സ്റ്റാർട്ടർ എന്ന് പറയുന്ന ഫസ്റ്റ് റാങ്ക് 10,000 BV കംപ്ലീറ്റ് ചെയ്തു. പിന്നെ 30,000 BV മാച്ചിങ് ലെഫ്റ്റും റൈറ്റും വന്നപ്പോൾ 3ാമത്തെ റാങ്ക് അച്ചീവ് ചെയ്തു. ഈ 3 റാങ്കിലും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ റീറ്റെയിൽ പ്രോഫിറ്റ് MRPയിൽ നിന്നും 20% കുറച്ച് നമുക്ക് പർച്ചേസ് ചെയ്യാം. ദാറ്റ് മീൻസ് ഹാർട്ടിഫൈൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് 3,000 രൂപയാണ്, 2,900 രൂപയാണ്. പക്ഷെ 3,000 അപ്രോക്സിമേറ്റ് ആയിട്ട് കണക്കാക്കിയാൽ മതി. 3,000 രൂപയാണെങ്കിൽ നമുക്ക് ഈ 3 റാങ്കിലും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ 20% മൈനസ് ചെയ്ത് 600 രൂപ കുറച്ച് 2,400 രൂപയ്ക്ക് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇത് ഫസ്റ്റ് ബെനിഫിറ്റ്. അടുത്ത 3 റാങ്ക് മോട്ടിവേറ്റർ, ക്രിയേറ്റർ, ഡെഡിക്കേറ്റർ എന്ന് പറഞ്ഞ അടുത്ത 3 റാങ്ക് നമ്മൾ എത്തിയാൽ 30% ഡിസ്കൗണ്ട്. 3,000ന്റെ ഹാർട്ടിഫൈൻ പ്രൊഡക്റ്റ് 900 രൂപ കുറച്ച് 2,100 രൂപയ്ക്ക് നമുക്ക് പർച്ചേസ് ചെയ്യാം. ലൈഫ് ടൈം സെൽഫ് പർച്ചേസ്. 7ാമത്തെ റാങ്ക് മുതൽ, സ്റ്റാർ എന്ന് പറയുന്ന റാങ്ക് മുതൽ 50% ഡിസ്കൗണ്ട്. അപ്പൊ 3,000 രൂപ വില വരുന്ന ഹാർട്ടിഫൈൻ എത്ര രൂപയ്ക്ക് നമുക്ക് കിട്ടും? 1,500 രൂപയ്ക്ക് കിട്ടും. അപ്പൊ 1,500 രൂപയ്ക്ക് വാങ്ങി പർച്ചേസ് ചെയ്ത് 3,000 രൂപ MRPക്ക് പ്രൊഡക്റ്റ് വിറ്റാൽ നമ്മുടെ ലാഭം എത്ര ശതമാനം? റീറ്റെയിൽ പ്രോഫിറ്റ് എത്ര ശതമാനം? 100%. അപ്പൊ 7ാമത്തെ റാങ്ക് മുതൽ 50% ഡിസ്കൗണ്ട് റീറ്റെയിൽ പ്രോഫിറ്റ്. ഇവിടെ ഒരു ചോദ്യം, 7ാമത്തെ റാങ്ക് 6 ലക്ഷം BV ലെഫ്റ്റിലും റൈറ്റിലും മാച്ചിങ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എപ്പോൾ വേണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാം. 1 മാസം കൊണ്ടോ 1 വർഷം കൊണ്ടോ നമുക്ക് ചെയ്യാം. 6 ലക്ഷം BV എന്ന് പറയുമ്പോൾ ഒരു 7.5 ലക്ഷം അല്ലെങ്കിൽ 8 ലക്ഷത്തിന്റെ സെയിൽസ് A ടീമിലും 8 ലക്ഷം രൂപയുടെ പർച്ചേസ് B ടീമിലും വരുമ്പോൾ ഒരു 6 ലക്ഷം BV നമ്മൾ ആഡ് ചെയ്ത് സ്റ്റാർ അച്ചീവ് ചെയ്യും. അപ്പോഴാണ് നമുക്ക് 50% ഡിസ്കൗണ്ട് കിട്ടുന്നത്. ഓക്കെ, പക്ഷേ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു സെല്ലർ, നല്ല രീതിയിൽ പ്രൊഡക്റ്റ് വിൽക്കാൻ കഴിവുള്ള ഒരുപാട് പേരുണ്ട്, ഒരുപാട് സ്ത്രീകളുണ്ട്, ഒരുപാട് പ്രോഡക്റ്റ് നോളേജും പല കമ്പനികളുടെ പ്രൊഡക്റ്റും അതിന്റെ നോളേജും ഉള്ള ഒരുപാട് പേരുണ്ട്. ഒരേ സിദ്ധ, ഹോമിയോ, ആയുർവേദ, നാച്ചുറോപ്പതി, അക്യുപഞ്ചർ ഡോക്ടേഴ്സ് ഉണ്ട്, ആൾട്ടർനേറ്റീവ് മെഡിസിനിൽ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. ഈ നമ്മളെ പറയുന്ന നേരത്തെ ഞാൻ പറഞ്ഞ ഹാർട്ടിഫൈൻ എന്ന് പറയുന്ന പ്രോഡക്റ്റ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഏതൊരു കാർഡിയാക് സ്പെഷ്യലിസ്റ്റ്, MD സർജൻ, ഹാർട്ട് സർജൻ അല്ല, ഏതൊരു MBBS ഡോക്ടറെ അടുത്തും ചെന്ന് ധൈര്യമായിട്ട് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ്. കാരണം അത് വായിച്ചു നോക്കിയാൽ അവർക്ക് മനസ്സിലാവും. ചിലപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായി എന്ന് വരില്ല, അവർക്ക് അത് നോക്കിയാൽ മനസ്സിലാവും.
ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുത്താൽ മതി. സാറേ ഈ പ്രോഡക്റ്റ് എങ്ങനെയാണ്, എനിക്ക് കഴിക്കാമോ എന്ന് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. അപ്പോ ഒരു അലോപ്പതി ഡോക്ടേഴ്സ് അടക്കം ഈ പ്രോഡക്റ്റ് വാങ്ങിച്ച് വിറ്റാൽ ലാഭം ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അവർക്ക് എങ്ങനെ 50% കിട്ടും? 6 ലക്ഷം BV ലെഫ്റ്റിലും റൈറ്റിലും കൊണ്ടുവന്നിട്ട് സ്റ്റാർ ആവാനൊന്നും അവർക്ക് കഴിയില്ല. ടീമൊന്നും ചെയ്യില്ല. പക്ഷെ പ്രോഡക്റ്റ് വാങ്ങിച്ച് വിറ്റഴിക്കും. ഒരുപാട് പേർക്ക് പ്രോഡക്റ്റ് കൊടുക്കും. അവർക്ക് 50% കിട്ടിയാൽ ലാഭമല്ലേ? അതിനൊരു ഓപ്ഷൻ കമ്പനി തന്നിട്ടുണ്ട്. അതിന്റെ പേരാണ് സെൽഫ് സ്റ്റാർ. എന്താ സെൽഫ് സ്റ്റാർ? ടീമൊന്നും വേണ്ട, ലെഫ്റ്റോ റൈറ്റോ ടീമുകളൊന്നും വേണ്ട. സെൽഫായിട്ട് സ്വന്തം ഐഡിയിൽ 1 ലക്ഷം BV പേഴ്സണൽ BV. 1 ലക്ഷം BV എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 1.25 ലക്ഷം അല്ലെങ്കിൽ 1,26,000 അല്ലെങ്കിൽ 27,000 ഇതിന്റെ പർച്ചേസ് 180 ദിവസത്തിനകം. ദാറ്റ് മീൻസ് ഒരു 6 മാസത്തിനകം, ഏതെങ്കിലും ഒരു 6 മാസം തുടർച്ചയായിട്ടുള്ള ഒരു 180 ദിവസം. നമ്മൾ ജോയിൻ ചെയ്തത് മുതൽ 6 മാസം അല്ല, ഏതെങ്കിലും ഒരു 180 തുടർച്ചയായിട്ടുള്ള കൺസിക്യൂട്ടീവ് 180 ഡേയ്സിനകം 1 ലക്ഷം BV 1.25 ലക്ഷത്തിന്റെ പർച്ചേസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ നമ്മൾ സെൽഫ് സ്റ്റാർ ആണ്. ലെഫ്റ്റോ റൈറ്റോ ടീമുകളൊന്നും വേണ്ട, ആവശ്യമില്ല. അങ്ങനെ കംപ്ലീറ്റ് ചെയ്താൽ അതിനുശേഷം നമ്മൾ ചെയ്യുന്ന പർച്ചേസിന് ലൈഫ് ടൈം 50% ഡിസ്കൗണ്ട് കിട്ടും. ഇവിടെ 1000 രൂപയ്ക്ക് താഴെ വില വരുന്ന 2 പ്രൊഡക്റ്റ് ഉണ്ട്. ഒന്ന് കുട്ടികൾക്കുള്ള കിഡോ ഐൻസ്റ്റീൻ 400 രൂപ, 399 രൂപ. പിന്നൊന്ന് ഡൈജസ്റ്റീവ് ഹെർബ്സ് എന്ന് പറയുന്ന 690 രൂപ വില വരുന്ന ഒരു പ്രൊഡക്റ്റ്. ഇത് രണ്ടും 1000ന്റെ താഴെയാണ്. ആ പ്രൊഡക്റ്റ് മാത്രം മാക്സിമം റീറ്റെയിൽ പ്രോഫിറ്റ് 30%, ബാക്കി എല്ലാ പ്രൊഡക്റ്റും 50%. അപ്പൊ സെൽഫ് സ്റ്റാർ ആയി കഴിഞ്ഞാൽ പ്രൊഡക്റ്റുകളെല്ലാം 50% ഡിസ്കൗണ്ടിൽ കിട്ടും. പ്ലസ് കമ്പനിയുടെ ഓരോ മാസവും കമ്പനിയിൽ നടക്കുന്ന സെയിൽസ് BV, ബിസിനസ് വോള്യൂം, അതിൽ 2% BV ഈ സെൽഫ് സ്റ്റാറുകൾക്ക് മാത്രമായിട്ട് മാറ്റിവെച്ച് മാസാമാസം ഒരു റോയൽറ്റി അമൗണ്ടും കൂടി 2 വർഷത്തേക്ക് കമ്പനി തരും. ആർക്ക്? ഈ സെൽഫ് സ്റ്റാറുകൾക്ക് മാത്രം. 1 ലക്ഷം BV കംപ്ലീറ്റ് ചെയ്ത സെൽഫ് സ്റ്റാറുകൾക്ക് 2 വർഷത്തേക്ക് ഈ റോയൽറ്റിയും പ്ലസ് 50% ഡിസ്കൗണ്ടിൽ പ്രോഡക്റ്റ് കിട്ടും. 50% ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ലൈഫ് ടൈം ആണ്. ഞാൻ പറയുന്നത് ഈ 2% റോയൽറ്റി എന്ന് പറയുന്നത് 24 മാസം. ഇപ്പൊ ഒരു ഓഫർ ഈ വരുന്ന 31 മാർച്ച്, ഇനി ഒരു 3-4 ദിവസം കൂടി ഉണ്ട്. ഒരു ഓഫർ കമ്പനി തന്നിട്ടുണ്ട്. അതായത് ഈ 31-നകം, മാർച്ച് 31-നകം 1 ലക്ഷം BV ഒറ്റ ഇൻവൈസിൽ സിംഗിൾ പർച്ചേസ് ഒരു 1.25 ലക്ഷത്തിന്റെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും, നോർമൽ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന MRP പ്രൊഡക്റ്റ് 1,55,000 രൂപ വില വരുന്ന പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും. അത് നോർമൽ ആയിട്ട് എപ്പം കിട്ടും? എപ്പോഴും കിട്ടും. പക്ഷെ ഇപ്പൊ ഈ മാർച്ച് 31-നകം നിങ്ങൾ അങ്ങനെ 1 ലക്ഷം BV ഒറ്റ ബില്ലിൽ പർച്ചേസ് ചെയ്താൽ കമ്പനി അഡീഷണൽ ആയിട്ട് ഗിഫ്റ്റ് ആയിട്ട് 10 ഹാർട്ടിഫൈൻ പ്രൊഡക്റ്റ് തരും. ഒരു ഹാർട്ടിഫൈൻ 3000 രൂപ MRP, 10 പ്രൊഡക്റ്റ് അഡീഷണൽ ആയിട്ട് തരും. ദാറ്റ് മീൻസ് 30,000 രൂപ പ്രൊഡക്റ്റ് അഡീഷണൽ ആയിട്ട് കിട്ടും. അതായത് 1,85,000 രൂപയ്ക്ക് പ്രൊഡക്റ്റ് കിട്ടും. ഇതൊരു ഓഫറാണ്. ഈ മാർച്ച് 31-നകം ചെയ്യുന്നവർക്ക് കിട്ടും. ഓക്കെ, രണ്ടാമത്തെ ഇൻകം ബൈനറി മാച്ചിങ് ബോണസ്. വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പേഷൻ. ഡയറക്ട് സെല്ലിങ്ങിലൂടെ ജീവിതം സെറ്റിൽ ആവണം സാറേ എന്ന് ചിന്തിക്കുന്ന, നല്ല ക്വാളിറ്റി ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ലീഡേഴ്സിന് വേണ്ടിയുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻകം ബൈനറി പ്ലാൻ ആണ്. നമുക്കറിയാം, ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ലെഫ്റ്റും റൈറ്റും വരുന്ന BV മാച്ചിങ്ങിൽ 9% പേ ഔട്ട് ആയിട്ട് കിട്ടും. ക്ലോസിംഗ് എന്ന് പറയുന്നത് ഓരോ 3 ദിവസം കൂടുമ്പോൾ ക്ലോസിംഗ് ആണ്. 3-ാം തീയതി, 6, 9, 12, 15, 18 അങ്ങനെ 3 ദിവസം കൂടുമ്പോൾ ക്ലോസിംഗ്. രാത്രി 12 മണിക്ക് ക്ലോസിംഗ്. ഒരു മാസത്തിൽ 10 കട്ട് ഓഫ്, 10 ക്ലോസിംഗ്. 3-ാം തീയതി ക്ലോസിംഗ് കഴിഞ്ഞാൽ 4-ാം തീയതി അക്കൗണ്ടിൽ പൈസ വരും, പേ ഔട്ട്. 6-ാം തീയതി ക്ലോസിംഗ് കഴിഞ്ഞാൽ 7-ാം തീയതി പേ ഔട്ട്. ഇന്ന് 27-ാം തീയതി ക്ലോസിംഗ് ആണ്. ഇന്ന് കട്ട് ഓഫ് രാത്രി കഴിഞ്ഞാൽ നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കും പേ ഔട്ട് അക്കൗണ്ടിലേക്ക് വരും. അപ്പൊ 3 ദിവസം കൂടുമ്പോൾ ക്ലോസിംഗ് ആണ്. അപ്പൊ നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ മാച്ചിങ് BVയുടെ 9% ബൈനറി ഇൻകം. ഉദാഹരണത്തിന് ഒരു 1000 BV നിങ്ങൾ മാച്ച് ചെയ്തു എന്ന് വെക്കുക. ലെഫ്റ്റിൽ ഒരു 1000 BV, റൈറ്റിൽ ഒരു 1000 BV ഈ 3 ദിവസം കൊണ്ട് വന്നു.
വന്നാൽ 9% എന്ന് പറയുന്നത് 90 രൂപ. 90 രൂപ. അതേ 1000 BV നിങ്ങൾ സ്റ്റാർട്ടർ എന്ന് പറയുന്ന 10,000 BV കംപ്ലീറ്റ് ചെയ്ത് ഫസ്റ്റ് റാങ്ക് സ്റ്റാർട്ടർ എന്ന് പറയുന്ന റാങ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 10% ആയിട്ട് മാറും. അതായത് 1000 BV മാച്ച് ചെയ്ത 100 രൂപ. അങ്ങനെ 10, 11, 12, 13, 14, 16% വരെ നമുക്ക് മാച്ചിങ് ബോണസ് ഉണ്ട്. നമ്മുടെ റാങ്ക് മാറുന്നതിനനുസരിച്ച് മാച്ചിങ് ശതമാനം മാറിക്കൊണ്ടേയിരിക്കും. തുടക്കത്തിൽ ഡിസ്ട്രിബ്യൂട്ടർ ആയുള്ള സമയത്ത് 1000 BV മാച്ച് ചെയ്തപ്പോൾ 90 രൂപ കിട്ടി. അതേ 1000 BV ലെഫ്റ്റും റൈറ്റും മാച്ച് ചെയ്താൽ പ്രസിഡൻഷ്യൽ ഡയമണ്ട് എന്ന് പറയുന്ന 13ാമത്തെ റാങ്കിൽ 160 രൂപ കിട്ടും. അങ്ങനെ പ്രൊമോഷൻ ആകുന്നതനുസരിച്ച് ഇൻകം കൂടി കൂടി വരും. പേഴ്സണൽ BV ഉണ്ട് ഇവിടെ. പേഴ്സണൽ BV 500 BV ചെയ്താൽ മതി. ജോയിനിങ് ചെയ്യുന്ന അതേ 500 BV മാസം ചെയ്താൽ മതി. കൃത്യം പറയുകയാണെങ്കിൽ 625 രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ മതി. പക്ഷെ അങ്ങനെ കൃത്യമായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു 700 രൂപയ്ക്ക് ഒരു 2 കിഡോ ഐൻസ്റ്റീൻ 2 പ്രൊഡക്റ്റ് കിഡോ ഐൻസ്റ്റീൻ പ്രൊഡക്റ്റ് നിങ്ങൾ 400 പ്രൊഡക്റ്റ് 2 എണ്ണം പർച്ചേസ് ചെയ്താൽ മതി. ഒരു കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 680 രൂപ വരും. പർച്ചേസ് ചെയ്ത് 2 കിഡോ ഐൻസ്റ്റീൻ കുട്ടികൾക്കുള്ള പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്താൽ 540 BV ആയി. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 10 ക്ലോസിങ്ങിന് പേ ഔട്ട് വരും. അപ്പോൾ മാസത്തിൽ ഒരു തവണ 500 BVക്ക് പർച്ചേസ് ചെയ്യാം. ചെയ്താൽ നമുക്ക് 10 ക്ലോസിങ്ങിന് 10 കട്ട് ഓഫിന് പേ ഔട്ട് വന്നുകൊണ്ടേയിരിക്കും. സീലിംഗ് എത്ര സാറേ? ചോദ്യം ഇതാണ് വളരെ പ്രധാനം. സീലിംഗ് എന്താ? സീലിംഗ് 3 ദിവസം കൂടുമ്പോൾ എത്ര വരുമാനം കിട്ടുമെന്ന് ചോദിച്ചാൽ ആദ്യത്തെ 6 റാങ്ക് വരെ നമുക്ക് സീലിംഗ് ഇല്ല. നിങ്ങൾ എത്ര BV മാച്ച് ചെയ്താലും അതിന്റെ കംപ്ലീറ്റ് പേ ഔട്ടും കിട്ടും. പക്ഷെ റാങ്ക് മാറിക്കൊണ്ടേയിരിക്കും. അക്കുമുലേഷൻ വരുന്നതനുസരിച്ച് റാങ്ക് മാറും. 7ാമത്തെ റാങ്ക് സ്റ്റാർ റാങ്ക് വന്നു കഴിഞ്ഞാൽ 3 ദിവസം കൂടുമ്പോൾ 20,000 സീലിംഗ്, 20,000 സീലിംഗ്. അങ്ങനെയാണെങ്കിൽ ഒരു മാസം 10 ക്ലോസിംഗിലൂടെ 2 ലക്ഷം രൂപ ഏൺ ചെയ്യാൻ പറ്റും. അടുത്തത് 40,000 സീലിംഗ്. അങ്ങനെ ഒരു ഐഡിയിൽ 3 ദിവസം കൂടുമ്പോൾ ഒരു കട്ട് ഓഫിൽ 10 ലക്ഷം രൂപ സീലിംഗ്. ദാറ്റ് മീൻസ് ക്യാപ്പിംഗ് 10 ലക്ഷം എന്ന് വെച്ചാൽ ഒരു മാസം 10 ക്ലോസിംഗിലൂടെ 1 കോടി രൂപ ഒരു ഐഡിയിൽ ഏൺ ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് പ്ലാൻ ആണ് നമ്മുടെ യാർഡ് ലാബ്സിന്റെ മാർക്കറ്റിംഗ് പ്ലാൻ. ആർക്ക് വേണമെങ്കിലും അച്ചീവ് ചെയ്യാം. സിമ്പിൾ ആയിട്ട് നമ്മുടെ പ്രോഡക്റ്റ് സംസാരിക്കും സാറേ. പ്രൊഡക്റ്റ് സംസാരിക്കും. ഒരുപാട് ടെസ്റ്റ് റിപ്പോർട്ടുകൾ, റിസൾട്ടുകളും ടെസ്റ്റിമോണിയൽസ് ഉണ്ട്. നിങ്ങൾ വേണമെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് യാർഡ് ലാബ്സ് ഹാർട്ടിഫൈൻ അല്ലെങ്കിൽ യാർഡ് ലാബ്സ് CBD ഓയിൽ ടെസ്റ്റിമോണിയൽ, യാർഡ് ലാബ്സ് കിഡോ ഐൻസ്റ്റീൻ ടെസ്റ്റിമോണിയൽ ഒന്ന് കൊടുത്തു നോക്ക്. ഹിന്ദിയിലും ബംഗാളിയിലും ഒരുപാട് ടെസ്റ്റിമോണിയൽസ് ഉണ്ട്, വീഡിയോ ഉണ്ട്. നമ്മുടെ തമിഴ്നാട്ടിലും കേരളത്തിലും ഇപ്പോൾ ജസ്റ്റ് തുടങ്ങി 1.5 മാസം ആയിട്ടുള്ള റിസൾട്ടുകൾ വന്നു തുടങ്ങി. അപ്പോൾ ഒരു ഐഡിയിൽ 1 കോടി രൂപ ഒരു മാസം ഏൺ ചെയ്യാൻ പറ്റിയ മാർക്കറ്റിംഗ് പ്ലാൻ ആണ് ബൈനറി ഇൻകം. റോയൽറ്റി 7ാമത്തെ റാങ്ക് മുതൽ കമ്പനിയുടെ ടേൺ ഓവറിൽ ഒരു മാസം കമ്പനിയിൽ നടക്കുന്ന ബിസിനസ്സിൽ നിന്നും 1% അങ്ങനെ മാറ്റിവെച്ച് ഒരു 5% റോയൽറ്റിക്ക് വേണ്ടി മാറ്റിവെച്ച് നമ്മുടെ റാങ്കിനനുസരിച്ച് മന്ത്ലി ഇൻകം ആയിട്ട് റോയൽറ്റി തരും. അവാർഡ്സ് ആൻഡ് റിവാർഡ്സ്. നമ്മൾ വാങ്ങിക്കുന്ന ഓരോ 1000 രൂപ ബൈനറി ഇൻകമിനും, ഉദാഹരണത്തിന് ഈ മാസം മാർച്ച് മാസം ഞാൻ ഒരു 12,000 രൂപ വരുമാനം വാങ്ങിച്ചു എന്ന് വെക്കാം. അപ്പോൾ എനിക്ക് 12 പോയിന്റ് കമ്പനി തരും. 1000 രൂപയ്ക്ക് ഒരു റിവാർഡ് പോയിന്റ് തരും. അപ്പൊ 12 പോയിന്റ്, പക്ഷെ 10 പോയിന്റ് കമ്പനി തരും, 2 പോയിന്റ് നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടാകും. അത് അടുത്ത മാസം 10 പോയിന്റ് ആയിട്ടേ കമ്പനി തരുള്ളൂ. അപ്പൊ ഞാൻ 1 ലക്ഷം രൂപ മൊത്തത്തിൽ ഏൺ ചെയ്താൽ 100 പോയിന്റ് കിട്ടും. അങ്ങനെ നമ്മൾ വാങ്ങിക്കുന്ന ബൈനറി ഇൻകമിന് പോയിന്റുകൾ കയറിക്കൊണ്ടേയിരിക്കും നമ്മുടെ വാലറ്റിൽ. ആ വാലറ്റ് ഉപയോഗിച്ച് ഈ കാണുന്ന ആർട്ടിക്കിൾസ് ഏത് വേണമെങ്കിലും എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. 75 പോയിന്റ് നിങ്ങളുടെ വാലറ്റിൽ ഉണ്ടെങ്കിൽ, അതായത് 75,000 രൂപ നിങ്ങൾ ബൈനറി വരുമാനം വാങ്ങിച്ചാൽ 75 പോയിന്റ് നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടാവും വാലറ്റിൽ. ആ പോയിന്റ് ഉപയോഗിച്ച് വേണമെങ്കിൽ മൊബൈൽ എടുക്കാം. മൊബൈൽ വേണ്ടെന്ന് വെച്ചാൽ ടാബ് എടുക്കാം. 150 പോയിന്റ്. 300 പോയിന്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, വാലറ്റിലുണ്ടെങ്കിൽ ഫോറിൻ ട്രിപ്പ് കമ്പനി അനൗൺസ് ചെയ്യുമ്പോൾ ട്രിപ്പ് പോകാം. 750 പോയിന്റ് സ്കൂട്ടി, ബൈക്ക്, കാറ് വരെ ഉണ്ട്. എത്ര തവണ വേണമെങ്കിലും വീണ്ടും നമുക്ക് പോയിന്റുകൾ വെച്ച് നമുക്ക് കാറോ ട്രിപ്പോ നമുക്ക് വാങ്ങിച്ചുകൊണ്ടേയിരിക്കാം. ഇത് അവാർഡ്സ് ആൻഡ് റിവാർഡ്സ്, അൺലിമിറ്റഡ് ടൈം, ലൈഫ് ടൈം.
ഫൈനൽ പോയിന്റ്, പ്ലാൻ കഴിഞ്ഞു, മാർക്കറ്റിംഗ് പ്ലാൻ എല്ലാം കഴിഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ക്ലോസിംഗ് ആണ്. 30 വർഷമായിട്ട്, അതായത് 1988 മുതൽ നമ്മുടെ ഡോക്ടർ അസിം സാർ ഈ പ്ലേറ്റ്ലെറ്റിന്റെ ഹൈപ്പർ ആക്ടിവിറ്റി കുറയ്ക്കാൻ ആന്റി പ്ലേറ്റ്ലെറ്റ് പ്രൊഡക്റ്റ് റിസർച്ചിലൂടെ 100 കണക്കിൽ പഴങ്ങളും ഫ്രൂട്ട്സും എടുത്ത് റിസർച്ച് ചെയ്തു. അതിന്റെ ലിസ്റ്റാണിത്. അതില് 2000 അദ്ദേഹം ഒരു പ്രോഡക്റ്റ് കണ്ടുപിടിച്ചു. ടൊമാറ്റോ, തക്കാളിയിൽ നിന്നും ഒരു എക്സ്ട്രാക്ട് വേർതിരിച്ചെടുത്തു, ടൊമാറ്റോ എക്സ്ട്രാക്ട്. അത് വെച്ചുകൊണ്ട് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി. ഇപ്പൊ എങ്ങനെ കിവി ഫ്രൂട്ട് കൊണ്ട് ഹാർട്ട് ഡിഫൈൻ പ്രോഡക്റ്റ് ഫോർമുലേറ്റ് ചെയ്തോ അതേപോലെ 2000 ടൊമാറ്റോ ഫ്രൂട്ട് എക്സ്ട്രാക്ട് വേർതിരിച്ച് അതും ഹ്യൂമൻ ട്രയൽ കംപ്ലീറ്റ് ചെയ്ത് യൂറോപ്യൻ പാറ്റന്റ് എടുത്തു. ടൊമാറ്റോ ഫ്രൂട്ട് എക്സ്ട്രാക്ട് ഇതേ പ്ലേറ്റ്ലെറ്റിന്റെ ഹൈപ്പർ ആന്റി ത്രോംബോട്ടിക് പ്രോഡക്റ്റ് omega-3 കൂടെ ചേർത്ത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി. ടൊമാറ്റോ ഫ്രൂട്ട് എക്സ്ട്രാക്ട്, തക്കാളിയുടെ എക്സ്ട്രാക്റ്റും തക്കാളിയുടെ വിത്ത്, അതിന് ചുറ്റിലും ഒരു ജെല്ലുണ്ടാവും, വഴുവഴാന്ന് ഒരു ജെല്ലുണ്ടാവും. ആ ജെല്ലിൽ നിന്നാണ് ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയത്. അതായത് omega-3 ആ ടൊമാറ്റോ ഫ്രൂട്ട് എക്സ്ട്രാക്റ്റും കൂടി ചേർത്തിട്ട് ഫ്രൂട്ട് ഫ്ലോ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് അദ്ദേഹം 2000 ഉണ്ടാക്കി. എന്നിട്ട് അത് പ്രോവെക്സിസ് എന്ന് പറയുന്ന ഒരു UK കമ്പനി, ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി, ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ ഓൺലൈനിലൂടെ ചെയ്യുന്ന കമ്പനിക്ക് ഈ പ്രൊഡക്റ്റിന്റെ മാർക്കറ്റിംഗ് അവകാശം അദ്ദേഹം കൊടുത്തു. ഈ ടൊമാറ്റോ ഫ്രൂട്ടിന്റെ എഫിക്കസി, പ്ലേറ്റ്ലെറ്റ് ഹൈപ്പർ ആക്ടിവിറ്റിയിൽ ആ പ്രോഡക്റ്റിന്റെ എഫിക്കസി എന്ന് പറയുന്നത് 78% എഫക്റ്റീവ് ആണ്. ആ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ fruitflow+.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറുക. ഈ പ്രോഡക്റ്റ് ഫ്രൂട്ട് ഫ്ലോ എന്ന് പറയുന്ന പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. 20 യൂറോ ആണ് പ്രോഡക്റ്റ്. ആ ഒരു ഒറ്റ പ്രോഡക്റ്റിന്റെ മാർക്കറ്റ് ക്യാപ്പ് ടേൺ ഓവർ എത്രയെന്ന് അറിയോ? 45,000 കോടിയാണ്. 45,000 ക്രോസ് ഒരു ഒറ്റ പ്രോഡക്റ്റ്. എപ്പോ 2000 ഈ പ്രോഡക്റ്റ് പ്രോവെക്സിന് കൊടുത്തപ്പോൾ 45,000 ക്രോർ. ഒന്ന് ആലോചിച്ച് നോക്ക് സുഹൃത്തുക്കളെ, നമ്മുടെ കയ്യിൽ കിട്ടിയ പ്രോഡക്റ്റ് ഏതാണ്? അതായത് കിവി ഫ്രൂട്ട് എക്സ്ട്രാക്ട് ചേർത്ത അതേ ആന്റി ത്രോംബോട്ടിക് ആന്റി പ്ലേറ്റ്ലെറ്റ് ആക്ടിവിറ്റിക്ക് കണ്ടുപിടിച്ച കിവി ഫ്രൂട്ട് എക്സ്ട്രാക്ട് ചേർത്ത് അതും എല്ലാർജിനും ചേർത്ത ഹാർട്ടിഫൈൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് കൊടുത്തത് യാർഡ് ലാബ്സ് ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന നമ്മുടെ കമ്പനിക്കാണ്. ഈ കിവി ഫ്രൂട്ടിന്റെ എക്സ്ട്രാക്ടിന്റെ എഫിക്കസി, അതിന്റെ ആക്ടിവിറ്റി പ്ലേറ്റ്ലെറ്റിൽ 88%. ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ ലോകത്തിൽ ആർക്കും ഈ പ്രോഡക്റ്റിന്റെ പാറ്റന്റോ അവകാശമോ മാനുഫാക്ചറിങ് അവകാശം കൊടുത്തിട്ടില്ല. ഓൺലി ഫോർ യാർഡ് ലാബ്സ്. എന്തായിരിക്കും സാറേ ഈ പ്രോഡക്റ്റിന്റെ ടേൺ ഓവറും സെയിൽസും മാർക്കറ്റും? ഒന്ന് ആലോചിക്കാം. കാരണം അടുത്ത 1 ഇയർ, അത് അടുത്ത ഒരു ഒറ്റ വർഷം കഴിയുമ്പോൾ ഈ ഒരു ഹാർട്ടിഫൈൻ എന്ന പ്രൊഡക്റ്റ് മാത്രം, ഇത് കൂടെ വരുന്ന എല്ലാം യൂണീക്കാണ്. ഓരോ പ്രൊഡക്റ്റും യൂണീക്കാണ്. ഞാൻ ഉദാഹരണത്തിന് ഒരു പ്രൊഡക്റ്റ് എടുത്ത് പറയാണ്. ഹാർട്ടിഫൈൻ എന്ന് പറയുന്ന ഈ ഒരു ഒറ്റ പ്രോഡക്റ്റ് കൊണ്ട് മാത്രം 1000 കോടികളാണ് ടേൺ ഓവർ നടക്കാൻ പോകുന്നത്. ഇന്ന് ഇതിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി ഈ പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിച്ച് ആദ്യം കഴിച്ച് റെക്കമെൻഡ് ചെയ്ത് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഇത്രയും കാലം പ്രവർത്തിച്ച എക്സ്പീരിയൻസ് കൊണ്ട് അടുത്ത ഒരു വർഷം ഇതിൽ പിടിച്ച് വർക്ക് ചെയ്താൽ our life will be settled forever. Thank you for giving this wonderful opportunity. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച നിങ്ങളുടെ സുഹൃത്തുക്കളോട് സംശയങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ എൻ്റെ നമ്പർ നിങ്ങളുടെ ലീഡറോട് ചോദിച്ച് വാങ്ങിച്ചിട്ട് എന്നെ വിളിക്കാം. താങ്ക് യു വെരി മച്ച്.